മോർണിംഗ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഓർമ്മയുണ്ടല്ലോ. പ്രോകാരിയോട്ടിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് അവസാനം പ്ലാസ്മിഡ്, അതുപോലെ തന്നെ മീസോസോം, പ്ലാസ്മിഡിന്റെ ഫംഗ്ഷൻ പഠിച്ചു, മീസോസോമിന്റെ ഫംഗ്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ ക്രൊമാറ്റോഫോഴ്സ് അതുവരെ പഠിച്ചു നിർത്തി അല്ലേ. ഇനി പ്രോകാരിയോട്ട് ഒന്നുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂക്കാരിയോട്ടിലേക്ക് കിടക്കും. പ്രോകാരിയോട്ട് ഒന്നാണ് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ്, ഈ രണ്ടുപേരും ബാക്ടീരിയ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഗ്രാം എന്നൊരു സയന്റിസ്റ്റ് ഒരു സ്റ്റെയിൻ കണ്ടുപിടിച്ചു. സ്റ്റെയിൻ എന്ന് വെച്ചാൽ മഷി എന്ന് വെച്ചാൽ നിങ്ങൾ തുണിയിൽ മുക്കുന്ന നീലം ഒരു മഷിയാണല്ലേ. ഇപ്പൊ നീലം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ഉജാല എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. പണ്ട് നീലമായിരുന്നു. പിന്നെ ഒരു കമ്പനി ഒരു ബ്രാൻഡ് നെയിമിൽ ഇറക്കി ഉജാല എന്ന്. ഇപ്പൊ അത് പറഞ്ഞാൽ ആൾക്കാർ അറിയുന്നു. എന്താ ശരി, ഒരു സ്റ്റെയിൻ ഒരു മഷി കണ്ടുപിടിച്ചു. ഈ മഷി ഉപയോഗിച്ച് ബാക്ടീരിയ നിറം കൊടുക്കാം. നിറം കൊടുത്താൽ ചില ബാക്ടീരിയ അത് കളറ് അതുപോലെ പിടിച്ചു വയ്ക്കും, ചിലത് കഴുകുമ്പോൾ അങ്ങ് കളയും. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു കോട്ടൺ തുണി പോളിസ്റ്റർ തുണികൾ വെള്ളത്തിൽ മുക്കിയെടുത്ത് നീലത്തിൽ മുക്കിയെടുത്തു കഴിഞ്ഞാൽ പോളിസ്റ്റർ തുണിക്കകത്ത് നീലം പറ്റത്തില്ല, അതങ്ങ് ഒലിച്ചു പോകും. പക്ഷേ കോട്ടനകത്ത് പിടിച്ചു വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ഫൈബറിന് നീലത്തോട് അഫിനിറ്റി ഉണ്ട്, എന്നാൽ പോളിസ്റ്റർ അതില്ല. അതേപോലെയാണ് ഈ ബാക്ടീരിയകൾ. ചില ഇനം ബാക്ടീരിയ അത് പിടിച്ചു വെക്കും, ചിലത് കഴുകുമ്പോൾ നഷ്ടപ്പെടും. അതിനെയാണ് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അത് ചെയ്യുന്നത് പറയുന്നത് പോലെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്ലാസിന്റെ സ്ലൈഡ് എടുക്കുക. സ്ലൈഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സ്ലൈഡാണ്. അല്പം ഒരു പാത്രത്തിൽ തൈര് എടുത്തിട്ട് ഒരു നീഡിൽ ഉപയോഗിച്ച് അല്പം തോണ്ടുന്നു. ഒരു നീഡിൽ ഉപയോഗിച്ച് അല്പം തോണ്ടി എടുത്തിട്ട് ഇങ്ങനെ സ്ലൈഡിൽ ഇങ്ങനെ വരട്ടെ, തൈര് എടുത്ത് ഇങ്ങനെ തേച്ച് പിടിക്കും. ഒരു നീഡിൽ എടുത്ത് ഇങ്ങനെ സ്ലൈഡ് തേച്ച് പിടിക്കും. എന്നിട്ട് നന്നായിട്ട് ഉണക്കും. ഉണക്കാൻ സമയം എടുക്കുന്നതാണ്. തീക്കകത്ത് കാണിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതങ്ങ് ഉണക്ക് ഡ്രൈ ആക്കും. അപ്പൊ സ്ലൈഡിനകത്ത് പറ്റി പിടിച്ചിരിക്കും. എന്നിട്ട് ഒരു തുള്ളി സ്റ്റെയിൻ ഇതിന്റെ പുറത്തോട്ട് ഫില്ലർ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ ഒഴിക്കും. ഒരു തുള്ളി ഇങ്ങനെ പുറത്ത് ഒഴിച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യും. ഒരു തുള്ളി സ്റ്റെയിൻ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുലുക്കും. അപ്പൊ സ്റ്റെയിൻ എല്ലാത്തിനും പറ്റുമല്ലോ അല്ലേ. ഒരു 5 മിനിറ്റ് തന്നെ വെച്ചേക്കും. അപ്പൊ എല്ലാ ബാക്ടീരിയയും അതിനകത്തുള്ള നിങ്ങൾക്കറിയാം, തൈരിനകത്ത് ബാക്ടീരിയ എന്ന് പറയുന്നത് ലാക്ടോബാസില്ലസ്. ആ ബാക്ടീരിയ അതുപോലെ കുറെ ബാക്ടീരിയ വേറെയും കാണും. അപ്പൊ ഇതെല്ലാം അതിനകത്ത് കാണും. കുറെ ബാക്ടീരിയ സമൂഹമാണ് തൈര് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലാക്ടോബാസില്ലസ് ആണ്. വൃത്തിയില്ലാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ധാരാളം ബാക്ടീരിയ അതിനകത്ത് വരും. അപ്പം അത്തരം ബാക്ടീരിയ എടുത്തതിന് ശേഷം അത് ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു മിനിറ്റോളം ഇങ്ങനെ വെച്ച് മൊത്തത്തിൽ സ്റ്റെയിൻ പരട്ടി 1 മിനിറ്റ് വെച്ച് എന്നിട്ട് ഇത് നേരെ ഒരു ടാപ്പിന്റെ ചുവട്ടിലോട്ട് വെള്ളം ഇടുന്ന ടാപ്പിന് ചുവട്ടിലേക്ക് ഇങ്ങനെ പിടിക്കും. അപ്പൊ വെള്ളം ഇങ്ങനെ വീണ് വാഷ് ചെയ്ത് മൊത്തം അങ്ങ് പോകും. ഓക്കെ, ടാപ്പിന്റെ ചുവട്ടിൽ കൊണ്ട് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വീണ് എല്ലാം വാഷ് ഔട്ട് പോകും. എന്നിട്ട് ഈ സ്ലൈഡിനകത്ത് അപ്പൊ ബാക്കിയുള്ള അതിനകത്ത് ഒട്ടി തന്നെ ഇരിക്കും. കാണുന്നത് ഇത് ഉണങ്ങിയിരിക്കുകയാണ് അല്ലേ. എന്നിട്ട് ഒരു മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിയുള്ള നമുക്ക് കാണാം. ബാക്കിൽ ഇങ്ങനെ കാണാം. നോക്കിയപ്പോൾ ഈ സ്റ്റെയിന്റെ നിറം വയലറ്റ് ആണ്. ഓക്കെ, ചില ബാക്കിയുള്ള നിറം പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. കഴിയുമ്പോൾ പോയില്ല, പക്ഷെ ചിലത് കഴിയുമ്പോൾ പോയി. അപ്പോൾ those bacteria which retain the color after washing are called gram positive. Those bacteria which lose the color after washing is called gram negative. ഇത് ബാക്ടീരിയ ക്ലാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഒരു പ്രത്യേക ബാക്ടീരിയയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ ഇസ് എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഇസ് എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബാക്ടീരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കുന്ന ഒരു പ്രോപ്പർട്ടി അതിനകത്തുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ അത് ഗ്രാം പോസിറ്റീവ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാറ്റഗറിയാണ് തിരിച്ചറിയാമല്ല. അത് വേണ്ടിയിട്ടാണ് ആവുന്നത്. രണ്ട് മനസ്സിലായാലും വാട്ട് ഈസ് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. There is a stain called gram stain discovered by Christian Gram, and when the stain is applied to certain bacteria, some bacteria will retain the color after washing. They are called gram positive. Those bacteria which lose the color after washing is called gram negative bacteria. മനസ്സിലായാലും സംഭവം. ഓക്കെ, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, ഇനി നമ്മള് ബാക്കിയുടെ പടം വരച്ചപ്പം ഇങ്ങനെ വരച്ചിരുന്നാല് കുറെ രോമങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാലല്ലോ അല്ലേ. 3 തരം രോമങ്ങൾ കാണും. നീളം കൂടിയത് നീളം കുറഞ്ഞത് കാണും, ഭയങ്കര നീളമുള്ളത് കാണും. സോ ബാക്ടീരിയക്ക് 3 തരം അപ്പൻഡേജസ് ഉണ്ട്. ഏറ്റവും നീളമുള്ളതിനെ നമ്മൾ ഫ്ലാജെല്ല എന്ന് വിളിക്കും. അതിനേക്കാൾ നീളം കുറഞ്ഞതിനെ പിലി എന്ന് വിളിക്കും. ഏറ്റവും നീളം കുറഞ്ഞതിനെ ഫിംബ്രിയെ, FIMBRIA, ഫിംബ്രിയെ എന്ന് വിളിക്കും. പിലി, ഫ്ലജെല്ല, പിലി, എൻഡോബ്രിയ. ദീസ് ആർ
ബാക്ടീരിയൽ അപ്പൻഡേജസ്. ചലിക്കുന്ന ബാക്ടീരിയ ആണെങ്കിൽ, ഇപ്പൊ ബാക്ടീരിയകൾ നമ്മൾ വേറെ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ ആദ്യം പഠിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? മോണോട്രൈക്കസ്, എട്രൈക്കസ്, ആംഫിട്രൈക്കസ്, ലോഫോട്രൈക്കസ്, പുസ്തകത്തിലുള്ളതല്ല. അപ്പൊ ചലിക്കാത്ത ബാക്ടീരിയ ഉണ്ട്, അവയ്ക്ക് ഫ്ലജല്ല കാണത്തില്ല. എന്നാൽ ചലിക്കുന്ന ബാക്ടീരിയക്ക് ഫ്ലജല്ല കാണും. അത്തരം ചലനം നടക്കുന്ന ബാക്ടീരിയകൾക്കാണ് ഫ്ലജല്ല കാണുക. വാട്ട് ആർ ദി ഫ്ലജല്ല? They are thin filamentous extension from the cell wall. ഇവ സെൽ വാളിൽ നിന്നുള്ള ഫിലമെന്റസ് എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ ഞാൻ ഇത്ര ഭാഗം വലുതായിട്ട് വരയ്ക്കും, ഇത്ര ഭാഗം ഞാൻ ഫ്ലജല്ലല്ലോ, ഇത്ര ഭാഗം വലുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സെൽ വാളിൽ നിന്ന് കാണപ്പെടുന്ന ഫിലമെന്റസ് എക്സ്റ്റൻഷൻ, അതായത് ഇത് സെൽ വാൾ, ഇതെല്ലാം സെൽ വാളിനകത്താണ്. സെൽ വാൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ് ശരിക്കും ഫ്ലജല്ല. സോ ഫ്ലജല്ല തിൻ ഫിലമെന്റസ് എക്സ്റ്റൻഷൻ ഫ്രം ദ സെൽ വാൾ. ഈ സെൽ വാൾ പുറമേ എന്തായിരിക്കും? ഗ്ലൈക്കോകാലിക്സ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ദിസ് ഈസ് ഗ്ലൈക്കോകാലിക്സ്. ഇനി ഒരു മെമ്പറൈൻ കൂടെ കാണുന്നത് എന്തായിരിക്കും? പ്ലാസ്മ മെമ്പറൈൻ. ഇതിനകത്ത് പ്ലാസ്മ മെമ്പറൈൻ മാത്രമേ ഉള്ളൂ എന്തായിട്ട് ലിവിംഗ് ആയിട്ടുള്ളൂ. ഓർക്കണം, ഈ ഡെഡ് ആയിട്ടുള്ള സെൽവാളിൽ ഒരു വസ്തു തുടങ്ങിയാൽ അത് ചലിക്കാനുള്ള ഊർജ്ജം ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഈ ഭാഗം ഇങ്ങനെ തൊട്ടിരിക്കും. എന്നാലും ശരിക്കും പറഞ്ഞാൽ ഫ്ലജല്ല സെൽവാളിന്റെ ഒരു ഫിലമെന്റസ് എക്സ്റ്റൻഷൻ ആണ്. ഇതിന് 3 പാർട്ടുകൾ കാണും. ഈ ബേസിൽ കാണുന്നത് ഉരുണ്ട ഭാഗങ്ങളാണ് ബേസൽ ബോഡി. പിന്നെ നീണ്ടു കാണുന്ന ഭാഗങ്ങളാണ് ഹുക്ക്. പിന്നെ ഈ തണ്ട് ഈ 4 പോലെ കാണുന്ന ഭാഗമാണ് ഫിലമെന്റ്. So, what are 3 parts of a flagella? Basal body, hook, and filament. Where do basal body is seen? It is immersed in the cell wall. Cell wall is immersed. What is hook? That is a tubular region starting from the basal body up to the filament. Filament is a tubular structure. Hook. And what is filament? It is a fibrous structure, seem to be extending outward. Fibrous structure and the filament. So these are 3 parts of a flagella. Flagella 3 ഭാഗങ്ങളൊക്കെയാണ്. basal body, hook and filament. Okay. ഇനി അപ്പം ഇതാണല്ലോ എന്ത് ഫ്ലജല്ല. അപ്പൊ നമ്മൾ ഇവിടെ വരച്ചത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ആരാണ് ഫ്ലജല്ല, ആരാണ് ഫിലി, ആരാണ് ഫിംബ്രിയ എന്ന് അറിയണമെങ്കിൽ ഞാൻ മാറ്റി വരയ്ക്കാം. ബാക്കിയുടെ സെൽ വാളിൽ മൊത്തം വരയ്ക്കുന്നില്ല, എത്ര വരയ്ക്കുന്നുള്ളൂ? സെൽ വാൾ, then plasma membrane, then ഗ്ലൈക്കോകാലിക്സ്. അത് നീളമുള്ള ആശാമാരാണ് എന്ത്? ഫ്ലജല്ല. ഇതാണ് ഫ്ലജല്ല. അത് കഴിഞ്ഞാൽ പിലി, ഇത്രയുള്ളൂ. അത് കഴിഞ്ഞാൽ ഫിംബ്രിയൻ, വളരെ ചെറുതാണ്. അപ്പൊ നീളം അനുസരിച്ചാണ് ഇവയുടെ പേര് വരുന്നത്. ഇത് ഫ്ലജല്ലയാണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് പിലി. അതിന് നീളം പറഞ്ഞത് ഫിംബ്രിയൻ. ഫ്ലജല്ല, പിലി, ഫിംബ്രിയ. ശരിയാണല്ലോ. ഏറ്റവും നീളം കൂടുതൽ ഫ്ലജല്ല, ചലനാവയവമാണ്. ഇത് ഉപയോഗിച്ചാണ് ഈ ബാക്ടീരിയ ചലിക്കുന്നത്. 2 തരം മൂവ്മെന്റ് ഉണ്ട്, പഠിക്കാനില്ല. ഇത് ഇങ്ങനെ ആട്ടിയാട്ടി സഞ്ചരിക്കും, ജസ്റ്റ് ലൈക്ക് സീജിയ പോലെ, അല്ലെങ്കിൽ ആട്ടിയാട്ടി വിപ്പിലാശാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ചുഴറ്റി സഞ്ചരിക്കും, ഇങ്ങനെ ചുഴറ്റി അങ്ങനെ സഞ്ചരിക്കുക. ചുള്ളെന്നാണ് പറയുന്നത്, ചുഴി. 2 ഇടത്തും ചലിക്കും. എങ്ങനെയാണെങ്കിലും ചലിക്കണമെങ്കിൽ എനർജി വേണമല്ലോ. എനർജിയാൾ കൊടുക്കുമോ? സെൽവാൾ കൊടുക്കുമില്ല. ആരോടൊന്നും ഇതിൽ തൊട്ടിരിക്കുന്ന പ്ലാസ്മ മെമ്പറൈൻ. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥ. അത്രത്തോളം പഠിക്കാനില്ല. അപ്പൊ ഫ്ലജല്ല is the longest appendage. It has 3 parts such as basal body, hook and filament. ഇത്ര പഠിച്ചാൽ മതി. And it is the extension of cell wall, not to plasma membrane. മനസ്സിലായല്ലോ. അടുത്ത ഇതുപോലെ തന്നെ 3 സ്ട്രക്ചറാണ് പിലിയും ഫിംബ്രിയും. ഇവയ്ക്കും എന്തുണ്ട്? ബേസൽ ബോഡി, ഹുക്ക്, ഫിലമെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നീളം കുറവാണെന്ന് മാത്രം. അപ്പോൾ ഏറ്റവും നീളമുള്ള ഫ്ലജല്ല, അതിൽ കുറഞ്ഞ നീളമുള്ളത് പിലി, ഏറ്റവും ചെറുത് ഫിംബ്രിയെ. മനസ്സിലായല്ലോ. പക്ഷെ പിലി ഫിംബ്രിയെ ചലനാവയവങ്ങളല്ല. They are not for locomotion. Where flagella is for locomotion. Flagella is for locomotion. For locomotion. ചലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫ്ലജല്ല ചലിക്കാൻ വേണ്ടിയിട്ടുള്ള, മറ്റു 2 ചലനാവയവം. എന്താണ് മറ്റു 2 ചലനാവയവം? നോക്കൂ. ഫിംബ്രിയ is for attachment to substrate or rock in a stream. പിന്നെ നദി കൂടെ ബാക്കി ഒഴുകി പോകണമെങ്കിൽ അങ്ങ് ഒഴുകിക്കൊണ്ടിരുന്നാൽ മതിയോ? അവിടെ പിടിച്ചിരിക്കണ്ടേ? അപ്പൊ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വെള്ളത്തിൽ ഒഴുകുകയാണെങ്കിൽ അതൊരു പാറയിലാണ് പിടിച്ചിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പുസ്തകം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്.
അതുപോലെ സെല്ലിനകത്ത് ഒട്ടിയിരിക്കാൻ, ഹോസ്റ്റ് സെല്ലിൽ ഒട്ടിയിരിക്കാൻ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു ബാക്ടീരിയ ശ്വസിച്ചു, അത് നിങ്ങളുടെ മൂക്കിൽ കൂടെ ഒക്കെ ശ്വാസകോശത്തിൽ പോയി അല്ലേ. ഇത്തിരി നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കത്തില്ല. അപ്പൊ ബാക്ടീരിയ ഇറങ്ങി വരും. അവൻ ഇറങ്ങി വരുവാണെങ്കിൽ പിന്നെ വിശ്വസിക്കുമ്പോൾ കയറി പോകുന്നു, ഇറങ്ങി വരുന്നു, കയറി പോകുന്നു, ഇറങ്ങി അങ്ങനെ ചെയ്യുന്ന ബാക്ടീരിയ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അകത്തോട്ട് വന്ന ബാക്ടീരിയ നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആന്തരഭിത്തിലുള്ള സെല്ലിനകത്ത് കയറി പറ്റി പിടിച്ചെന്നിരിക്കും. മനസ്സിലായോ? അങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ സാധിക്കുന്ന ആരാണ്? ഫിംബ്രിയ ആണ്. ഫിംബ്രിയ ഫോർ ഹെൽപ്പിംഗ് ഫോർ അറ്റാച്ചിങ് വിത്ത് സബ്സ്ട്രേറ്റ് ഓർ റോക്ക് ഇൻ എ സ്ട്രീം എന്നാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ചല്ലാവയമാണോ അറ്റാച്ചിങ് ഓർഗനാണോ? അറ്റാച്ചിങ് ഓർഗനാണ്. അല്ലെങ്കിൽ അറ്റാച്ചിങ് അപ്പൻഡേജ് ആണ്. ഇൻട്രസ്റ്റ് ഒക്കെ ചോദിക്കും, what is attaching appendage of bacteria? It's called a fimbriae. Where do it attach? In the host cell or in a rocking when it is in a stream. അടുത്തത്, what is pili? പിലിക്കൊപ്പം എന്ത് ഉപയോഗം? പിലി is also attaching with other bacteria. അതാണ് അതർ ബാക്ടീരിയ അറ്റാച്ച് ചെയ്യാൻ. ഒരു ബാക്ടീരിയ വേറെ ബാക്ടീരിയ ഒട്ടിയിരിക്കാൻ പറ്റും. അതെപ്പോഴാന്ന് പറയുമ്പോൾ ഈ ബാക്ടീരിയക്ക് ഒരു തരം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിന്റെ ഒരു കോഞ്ചുഗേഷൻ. ഇതൊക്കെ വരച്ചെല്ലാം ഞാൻ വായിക്കാം. ബാക്ടീരിയ ഒരു തരം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിന്റെ പേര് കോഞ്ചുഗേഷൻ എന്നാണ്. എങ്ങനെയാണ് കോഞ്ചുഗേഷൻ? ഇതൊരു ബാക്ടീരിയ, ഇത് വേറെ ബാക്ടീരിയ. ഇയാൾക്ക് പ്ലാസ്മ, ഇയാൾക്ക് പ്ലാസ്മ ഇല്ല. പ്ലാസ്മ ഉള്ള ബാക്ടീരിയ പ്ലസ് എന്ന്, ഇല്ലാത്തതിന് മൈനസ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ബാക്ടീരിയക്ക് അടുത്തോട്ട് വരുവാണെങ്കിൽ ഇത് ഫ്ലാജെല്ലേക്ക് ഉണ്ടല്ലോ, ഇയാൾ പിലി ഉപയോഗിച്ച് ഈ ബാക്ടീരിയ പിടിച്ചെന്ന് അവിടെ നിൽക്കാൻ പറയും. അപ്പൊ നീളം ഞാൻ വരച്ചേ ഉള്ളൂ. പിലി ഉപയോഗിച്ച് ഈ ബാക്ടീരിയ പിടിച്ചവിടെ നിർത്തും. നിർത്തിയിട്ട് ഇവിടെ നിന്ന് ട്യൂബ് അങ്ങോട്ട് വളർത്തും. എന്നിട്ട് ട്യൂബ് അവിടെ പോയി തൊടും. കണ്ടോ? എന്നിട്ട് ഇവിടെ ഇത് ഡി എൻ എ ആണല്ലോ പ്ലാസ്മ. പ്ലാസ്മിന്റെ ഡി എൻ എക്ക് 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ഒരു സ്ട്രാൻഡ് ഞാൻ അയച്ചിട്ടുണ്ട്. ആ സ്ട്രാൻഡ് ഇവിടെ പോയിട്ട് ഇവിടെ വന്നിട്ട് പ്ലസ് ആവും. ഇപ്പൊ ഇത് ഒരു സ്ട്രാൻഡ്, ഇത് ഒരു സ്ട്രാൻഡ് അല്ലേ. ഡി എൻ എക്ക് 2 സ്ട്രാൻഡ് എന്ന് അറിയാലോ. ഡി എൻ എസ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു സ്ട്രാൻഡ് കഴിഞ്ഞാൽ പോയി ചുറ്റി ഒരു പ്ലസ് ആവും. അപ്പൊ ഇതൊരു സ്ട്രാൻഡിലുള്ളൂ, ഇതൊരു സ്ട്രാൻഡിലുള്ളൂ. പക്ഷെ ഡി എൻ എക്ക് കഴിവുണ്ട്. എന്താണ്? സ്വയം ഇരട്ടിക്കുള്ള കഴിവുണ്ട്. എന്നിട്ട് ഇയാൾക്ക് നഷ്ടപ്പെട്ട സ്ട്രാൻഡ് ഇയാളുണ്ടാക്കും, ഇയാളുണ്ടാക്കും. കോഞ്ചുഗേഷൻ കഴിഞ്ഞു പോയിക്കോളാൻ പറയും. കോഞ്ചുഗേഷൻ വിട്ടു. അപ്പൊ ഇതൊരു ബാക്ടീരിയക്കകത്ത് നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇവിടെ എന്ത് നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ ത്രൂ എ കനാൽ കാൾഡ് കോഞ്ചുഗേഷൻ കനാൽ. മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഈ നെഗറ്റീവ് ബാക്ടീരിയ പോസിറ്റീവ് അല്ലേ? ഇങ്ങനെ നടക്കും. നിങ്ങൾ കഴിയും ഇങ്ങനെ നടക്കുവാണെങ്കിൽ പിന്നെ എല്ലാ ബാക്ടീരിയകളും നെഗറ്റീവ്. ഇങ്ങനെ നടക്കുവാണെങ്കിൽ എല്ലാ ബാക്ടീരിയകളും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. നെഗറ്റീവ് ബാക്ടീരിയ കാണത്തില്ലല്ലോ നിങ്ങൾ വിചാരിക്കല്ല. അങ്ങനൊന്നും അല്ല. വളരെ റയറായിട്ട് എടുക്കുന്ന പ്രോസസ് ആയത്. വല്ലപ്പോഴും ഒരു ബാക്ടീരിയ അടുത്ത് വന്നാൽ ഇത്ര അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അല്ലാതെ ബാക്ടീരിയ ഓടിച്ചിട്ട് പിന്നീട് പോസിറ്റീവ് ആക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇഷ്ടം. അപ്പോ ഈ മെത്തേഡിനൊക്കെയാണ് കോഞ്ചുഗേഷൻ. ഇവിടെ ഈ ബാക്ടീരിയ ഇവിടെ അറ്റാച്ച് ചെയ്ത് പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഈ അവയവമാണിത്. ഈ പരീക്ഷയിലും ചോദിക്കത്തില്ല, പുസ്തകമൊന്നും ഇല്ല. പക്ഷെ അറിഞ്ഞിരിക്കണം, എൻട്രൻസ് ഒക്കെ പഠിക്കുന്നത് വേണ്ടി. അപ്പൊ വാട്ട് ഈസ് പിലി? പിലി ഈസ് an attachment organ using to attach with other bacteria during conjugation. Okay. Idea. അടുത്തത് റൈബോസോം ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ്. റൈബോസോം ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ്. നമ്മൾ ആ പടം മനസ്സിലാക്കി വരച്ചതാണ് റൈബോസോം അല്ലെ. ജനറ്റിക് മെറ്റീരിയല് പ്ലാസ്മിഡ് ഇടയ്ക്കാണ് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വരച്ചത്. ഇതാണ് റൈബോസോം. റൈബോസോമിന്റെ പ്രത്യേകം മനസ്സിലാക്കി നമ്മൾ. റൈബോസം ഈസ് എൻ ഓർഗൻ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ മെംബ്രെയിൻ ബൗണ്ട്. മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടില്ലാത്ത ഒരു ഓർഗനിലാണ് റൈബോസം അല്ലെ. നിങ്ങളിപ്പോ സെല്ലിനകത്ത് മൈറ്റോകോൺട്രിയ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കും. ഡബിൾ മെംബ്രെയിൻ ബൗണ്ട്. ക്ലോറോപ്ലാസ്റ്റ് വരയ്ക്കും, രണ്ട് മെംബ്രെയിൻ. ലൈസോസോം വരയ്ക്കും, ഒരു മെംബ്രെയിൻ. എൻഡോപ്ലാസ്മിക് വരയ്ക്കും, ഒരെണ്ണമാണ്. പക്ഷേ റൈബോസോം വരയ്ക്കും, നിങ്ങൾ ഇങ്ങനെ കുത്തിയിടാൻ പാടുള്ളൂ. കാര്യം എന്താ? എന്തില്ല? മെംബ്രെയിൻ ഇല്ല അല്ലേ. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ പുസ്തകത്തിനകത്ത് ഇങ്ങനെ തന്നെ വരയ്ക്കും. കാരണം ഇവിടെ റൈബോസമാണ് എന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാവും. അഞ്ചാറ് കുത്തിട്ട് അതുകൊണ്ടാണ് ഇതൊക്കെ
മെംബ്രെയിൻ ബൗണ്ട് അല്ല എങ്കിലും അവരുണ്ടെന്ന് കാണിക്കാൻ വട്ടം വരയ്ക്കാറുണ്ട്. പക്ഷെ ഓർക്കുക അവ എന്തല്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ അല്ല. അല്ലേ? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ജെല്ല് എന്നൊരു സാധനം ഉണ്ടല്ലോ, ജെല്ല് വെള്ളത്തിൽ തന്നെ വീർപ്പ് സാധനം കണ്ടുണ്ടല്ലോ. അത് വെളുത്തിരിക്കുന്ന ഒരെണ്ണം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇട്ടാൽ അതവിടെ ഉണ്ട്, ഇത് കാണാനൊക്കെ ഒക്കത്തില്ല. വെളുത്തിരിക്കുന്ന ഒരെണ്ണം വെള്ളത്തിനകത്ത് ഇട്ടാൽ കാണാനൊക്കെ ഒക്കത്തില്ല. പക്ഷെ അതുണ്ട്. അങ്ങനെ ഇവിടെ 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 വേറെ ജെല്ല് ജെല്ല് എവിടെ? അപ്പൊ ഞാനിങ്ങനെ കുത്തിട്ട് അറിയും ജെല്ലുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾക്ക് കാണാനൊക്കെ ഒക്കത്തില്ല. പക്ഷെ അതുണ്ടോ? ഉണ്ട്. അതുപോലെയാണ് റൈബോസോം. ഓക്കെ, അതാണ് റൈബോസോം. സോ ദേ ആർ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻ ഫൗണ്ട് ഇൻസൈഡ് യൂക്കാരിയോട്ട് സെൽസ് ആൻഡ് പ്രോകാരിയോട്സ്. ദേ ആർ പ്രസന്റ് ബോത്ത് ഇൻ യൂക്കാരിയോട്ട് ആൻഡ് പ്രോകാരിയോട്ട്. രണ്ടിലുണ്ട് അല്ലേ? ഇനി ഇത് കണ്ടുപിടിച്ചാലോ നോക്കാം. ജോർജ് പലേഡ് എന്ന സയൻറ്റിസ്റ്റാണ്. ജോർജ് പലേഡ്. It was discovered by ജോർജ് പലേഡ്. ഇതിന്റെ ഒരു സൈസ് പറയുന്നുണ്ട്. 15 nm മുതൽ 20 nm വരെയുള്ള സൈസാണ് ഇവയ്ക്കുള്ളത്. ഇനി പ്രോക്കർ റൈബോസോംസ് ആർ അറ്റാച്ച് വിത്ത് പ്ലാസ്മ. ഏകദേശം പ്ലാസ്മ അറ്റാച്ച് ചെയ്തൊക്കെ ഇരിക്കും റൈബോസോമുകൾ ഇങ്ങനെ കാണപ്പെടും. Then പ്രോക്കർ റൈബോസോമിന്റെ സൈസ് 70 S. നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്രോക്കർ റൈബോസോംസ് 70 S. 3 പോയിന്റായി പറഞ്ഞു. റൈബോസോംസ് ആർ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻ. They may be seen attached with the plasma membrane. They are discovered by George Palade. So size may range from 15 to 20 nm. Entrance point ആണ്. 15 to 20 nm ഉള്ള entrance point ആണ്. ബാക്കി ജോർജ് പലേഡ് entrance point ആണ്. നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിൽ നമ്മുടെ വിഷയം ചോദിക്കും. ഓക്കെ, ഇനി പ്രോക്കർ റൈബോസോമിന്റെ 70S നമ്മുടെ വിഷയം ചോദിക്കും. ഇനി 70S എന്ന് പറഞ്ഞ റൈബോസോം ഇങ്ങനെ മാറ്റി വരയ്ക്കുവാണെങ്കിൽ രണ്ട് ബോഡി കാണാൻ കഴിയും അല്ലെ? ഒരു ലാർജർ സബ് യൂണിറ്റും ഒരു സ്മാളർ സബ് യൂണിറ്റ്. ലാർജർ സബ് യൂണിറ്റ് എത്രയാണ്? 50S ആണ്. സ്മാളർ സബ് യൂണിറ്റ് 30S ആണ്. രണ്ടും കൂടെ ചേരുമ്പോ 80S വരത്തില്ല, 70S വരത്തുള്ളൂ. ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായത് എന്തുകൊണ്ടാണ്. ഓക്കെ, ഇതെങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് ആദ്യ ക്ലാസ്സിൽ പറഞ്ഞ ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നത് എന്താണ് ഇങ്ങനെ 70S-ഉം 50-30 എങ്ങനെയാണ് 70 ആയത് എന്നൊക്കെ അത് വ്യക്തമായിട്ട് ഞാൻ പറയാറുണ്ട്. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കഷൻ പറഞ്ഞത്. സോ റൈബോസോംസ് ആർ 70S type. It has two subunits such as larger subunit and smaller subunit. Larger subunit is 50S and smaller subunit is 30S. Total it is 70S. Okay, ഇത്രയാണ് റൈബോസോമിനെ കുറിച്ച് പറയേണ്ട ഒരു പോയിന്റ്. അടുത്ത പോയിന്റ്, ഡ്യൂറിംഗ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് റൈബോസോം അതറിയണം. റൈബോസോംസ് ആർ മെന്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. കോശത്തിലെ അല്ലെങ്കിൽ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മാണ കോശാംഗങ്ങളാണ് ആര്? റൈബോസോം. വാട്ട്സ് ദ ഫംഗ്ഷൻ ഓഫ് റൈബോസോം? പ്രോട്ടീൻ സിന്തസിസ്. എങ്ങനെയാ പ്രോട്ടീൻ ഉണ്ടാകുന്നത് അറിയാമോ? അടുത്ത വർഷം ഡീറ്റെയിൽ പഠിക്കും. ഒരു വിഷയം ഒന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞുതരാം. DNA ഇങ്ങനെ അഴിഞ്ഞു മാറും. അതിൽ നിന്ന് RNA ഉണ്ടാവും. അതിന് mRNA എന്നാണ് വിളിക്കുന്നത്. മെസ്സഞ്ചർ RNA. ഈ മെസ്സഞ്ചർ RNA വന്നിട്ട് റൈബോസോമിന്റെ 2 യൂണിറ്റ് ഇടയ്ക്കോട്ട് ഇങ്ങനെ കയറിയിരിക്കും. ഈ മെസ്സഞ്ചർ RNA ഒരു തവണ കയറി ഇറങ്ങുമ്പോൾ ഒരു പ്രോട്ടീൻ ഉണ്ടാവും. വീണ്ടും ഒന്നുകൂടെ കയറി ഇറങ്ങുവാണെങ്കിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാവും. മനസ്സിലായി? ഇങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാകും. അങ്ങനെ നമ്മൾ വിശദം പഠിക്കും. അപ്പൊ mRNA ഈ റൈബോസോമിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഒരു പ്രോട്ടീൻ ഉണ്ടാകും. ഒന്നുകൂടെ കയറി ഇറങ്ങാൻ ഒരു പ്രോട്ടീൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 50 പ്രോട്ടീൻ ഉണ്ടാക്കണമെന്ന് വെച്ചോളൂ. ഇപ്പൊ എത്ര തവണ കയറി ഇറങ്ങണം? 50 തവണ കയറി ഇറങ്ങണം അല്ലേ? അതിനൊന്നും വലിയ സമയമില്ല. കാരണം നമുക്ക് പ്രോട്ടീൻ പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനമാണ്. 50 തവണ കയറി ഇറങ്ങണമെങ്കിൽ ഒരുപാട് സമയം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ അല്പം പ്രോട്ടീൻ കഴിച്ചു, അതിന് ദഹിപ്പിക്കണമെങ്കിൽ എൻസൈം വേണം. അതിൽ പ്രോട്ടീയേസ് എന്നാണ്. പ്രോട്ടീയേസ് എന്ന് പറഞ്ഞാൽ എൻസൈം എല്ലാം പ്രോട്ടീൻ ആണല്ലോ. നിങ്ങൾ അല്പം ലിപ്പിഡ് കഴിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഗ്ലൂക്കോസ് കഴിച്ചു, അല്ലെങ്കിൽ സ്റ്റാർച്ച് കഴിച്ചു. സ്റ്റാർച്ചിന് ദഹിപ്പിക്കണം അമിലേസ് എൻസൈം വേണം. എൻസൈം പ്രോട്ടീനാണ്, പെട്ടെന്ന് വേണം അല്ലേ? ഇതുപോലെ കയറി ഇറങ്ങി കയറിയിരുന്ന സമയം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വേറെ എളുപ്പവഴി പറയാമോ? അതെന്താ പറയാ, ഒരു സെല്ല് വേറെ എളുപ്പവഴി കഴിച്ചു. അതായത് 50 പ്രോട്ടീൻ വേണമെങ്കിൽ ചെയ്യുന്നത് ഈ mRNA എടുത്തിട്ട് 50 റൈബോസോം കയറി ഇങ്ങനെ ഇരിക്കും. 50 റൈബോസോം കയറി എന്നിട്ട് ഒറ്റ ചാട്ടം ചാടുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഓരോരോ പ്രോട്ടീൻ ഉണ്ടായില്ലേ? അതാണ് ഏറ്റവും എളുപ്പമായി. റൈബോസം ധാരാളം ഉണ്ടല്ലോ. അതുകൊണ്ട്
During protein synthesis, many ribosomes are seen attached to one mRNA. During protein synthesis, many ribosomes are seen attached with one mRNA. This is mRNA, this is protein, and this is ribosome. ഈ സ്ട്രക്ചറിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പോളിസോം അഥവാ പോളിറൈബോസോം. What is polysome or polyribosome? During protein synthesis, many ribosomes are seen attached to an mRNA. That structure is called polysome or polyribosome. Simple അല്ലേ? പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുന്നതാണ്. ഈ പടമൊക്കെ വരച്ചു വെച്ച് പിടിച്ചോളാം. What is polysome or polyribosome? ഈ പടം വരച്ചു പിടിച്ചോളാം. ഈ പോയിന്റ് എഴുതി വെച്ചേക്കണം. ഫംഗ്ഷൻ ഓഫ് റൈബോസോം ഈസ് പ്രോട്ടീൻ സിന്തസിസ്. ഈ 3 പോയിന്റ് പഠിച്ചത് പരീക്ഷയ്ക്ക് സ്ഥിരം 4 പോലും ചോദിക്കുന്നതാണ്. ഓക്കെ, 7 GS ആണെന്നുള്ളത് കാണേണ്ടത്. ഇത്രേ ഉള്ളൂ. വീണ്ടും ഞാൻ പറയുന്നില്ല, പലവണ്ണം കാണാം. അടുത്ത ഇൻക്ലൂഷൻ ബോഡീസ്. ഇത് ഇൻക്ലൂഷൻ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിനകത്ത് കാണപ്പെടുന്ന ചില ബോഡീസ്, ഇൻക്ലൂഡ് ചെയ്ത് കാണപ്പെടുന്ന ചില ബോഡീസ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ജീവികൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അച്ഛനും അമ്മ, ഞങ്ങൾ കുട്ടികൾ. പക്ഷെ വീണ്ടും ചോദിച്ചാൽ പട്ടികളുണ്ട്, വീണ്ടും ചോദിച്ചാൽ പൂച്ചയുണ്ട്, പിന്നെ പല്ലിയുണ്ട്, പിന്നെ എലിയുണ്ട്, അല്ലേ, പാറ്റയുണ്ട്, കീടങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് പോകും. അതുപോലെ എടുത്ത് പറയാത്ത ഒരുപാട് സ്ട്രക്ചേഴ്സ് വേറെ കാണും. സൗരയൂഥത്തിൽ ആരിലാണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയും സൂര്യന് 8 ഗ്രഹങ്ങൾ, അല്ലേ. എടുത്ത് ചോദിച്ചാൽ 8 അല്ല, 8 ഗ്രഹങ്ങളുണ്ട്. പിന്നെ അവയ്ക്കെല്ലാം ഉപഗ്രഹങ്ങളുണ്ട്, പിന്നെ ചിഹ്നഗ്രഹങ്ങളുണ്ട്, അല്ലേ, പിന്നെ മീറ്റിയേഴ്സ് ഉണ്ട്, അല്ലേ. ഇതെല്ലാം അതിനകത്ത് വരും. അതുപോലെ സെല്ലുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പറയാമെങ്കിലും വീണ്ടും ചില വസ്തുക്കൾ കൂടിയുണ്ട്. ഇൻക്ലൂഷൻ ബോഡീസ്. ദേ ആർ ആൾസോ നോൺ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് സച്ച് റിസർവ് ഫുഡ് മെറ്റീരിയൽ ആയിരിക്കാം. ഫുഡൊക്കെ സ്റ്റോർ ചെയ്തേക്കാം. നമ്മുടെ ശരീരത്തൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എല്ലാ സെല്ലുകളും ഫുഡ് സ്റ്റോർ ചെയ്യും. ഇപ്പൊ മനുഷ്യൻ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഫാറ്റായിട്ടാണ്, അല്ലേ. അതുപോലെ എല്ലാ ജന്തുക്കളും ഇപ്പൊ നമ്മൾ പഠിച്ചു ക്ലാമഡോമോണസ്, അത് തന്നെ പൈരനോഡ് എന്ന രൂപത്തിൽ സ്റ്റോർ ചെയ്യും. അമീബ ഫുഡ് വൈക്കോൾസ് എന്ന രൂപത്തിൽ സ്റ്റോർ ചെയ്യും. എല്ലാം സ്റ്റോർ ചെയ്തിരിക്കും. കാരണം എപ്പോഴും അവയ്ക്ക് എനർജി ആവശ്യമുണ്ട്. ഫുഡ് ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. കിട്ടുമ്പോൾ ഇത് സൂക്ഷിച്ചു വെച്ചത്. ഇതുപോലെ ബാക്ടീരിയകൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത്തരം സ്ട്രക്ചേഴ്സ് വിളിക്കുന്ന പേരാണ് ഇൻക്ലൂഷൻസ് ബോഡി. നമുക്ക് എന്താണ് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ? ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർഡ് ഇൻ പ്രോകാരിയോട്സ് ആസ് ഇൻക്ലൂഷൻ ബോഡീസ്. റിസർവ് ഫുഡ് മെറ്റീരിയൽ, RFM. എന്താണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? സമൃദ്ധ ആഹാരത്തിന് അർത്ഥം, സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരം. റിസർവ് ഫുഡ് മെറ്റീരിയൽ. സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരം, അതിനെയാണ് നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇത് മെംബ്രെയിൻ ബൗണ്ട് ആയിരിക്കോ? ഇല്ല, മെംബ്രെയിൻ ഇല്ലാതെ ഉണ്ടാകും. കാരണം എന്താ? പ്രോകാരിയോട്സ് പാടില്ല, മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് പാടില്ല. അപ്പൊ നോൺ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ഫ്രീ എന്ന സൈറ്റോപ്ലാസം വഴി കിടക്കുന്നതായിരിക്കും. സൈറ്റോപ്ലാസം ഫ്രീ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കും. ഇന്നും അറ്റാച്ച് ചെയ്ത് നടത്തില്ല. ഞാൻ നേരത്തെ ഒരു റൈബോസോമുകൾ പ്ലാസ്മാവിനകത്ത് ഒട്ടിയിരിക്കാം. അതുപോലെ തന്നെ DNA എന്ന് പറയുന്നത് ചിലപ്പോൾ പ്ലാസ്മാവിൽ ഒട്ടിയിരിക്കും. പക്ഷെ ഇതിങ്ങനെ ഒഴുകി നടക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ആണ്, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആണ്, അല്ലെ. എന്തൊക്കെയാണ് ആ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത്? ഒന്ന് ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, പറയുക എഴുതിയെടുത്തോളം. ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ് മേ ബി ഒന്ന് ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, ഭാവി ഉപയോഗിക്കാൻ വേണ്ടി ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സയാനോഫൈസിൻ ഗ്രാന്യൂൾസ്, അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ, ഗ്യാസ് വാക്യൂൾസ്, അത് തന്നെ ബ്ലൂബിനിയ ആൽഗയ്ക്കകത്തും അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയക്കകത്തും ഗ്യാസ് വാക്യൂൾസ് കൂടെ കാണും. ഗ്യാസ് വാക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ബ്ലൂഗ്രീൻ ആൽഗ ഓർ ഫോട്ടോസിന്തറ്റിക് ആൽഗ. അതെന്താണെന്ന് അറിയാമോ? ഗ്യാസ് വാക്യൂൾസ് അത് റിസർവ് ഫുഡ് മെറ്റീരിയൽ അല്ല, പക്ഷെ ഗ്യാസാണ്. ഗ്യാസ് സ്റ്റോർ ചെയ്തപ്പം അതിന് ഒരു മെംബ്രെയിൻ ആവശ്യമുണ്ടാവും. ഇല്ല, നിങ്ങളൊരു കുഴലെടുത്ത് ജലത്തിനടിയിലേക്ക് ഒരു വായു ഇട്ട് ഒരു കുമ്പളയായിട്ടിരിക്കില്ല, കുമ്പളയ്ക്ക് ഒരു മെംബ്രെയിൻ ഉണ്ടോ? ഇല്ല, വെളുതെ പൊട്ടിപ്പോകും. അതുമല്ല ഗ്യാസ് വാക്യൂൾസ് സൈറ്റോപ്ലാസ്റ്റിക് ആണ്. ഇതൊരു ഇൻക്ലൂഷൻ ബോഡിയായിട്ട് കണക്കാക്കാം. എന്താ ഗ്യാസ് വാക്യൂളിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ? ഇവ ബ്ലൂഗ്രീൻ ആൽഗ അഥവാ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണ്. ഇവ വെള്ളത്തിൽ കിടന്ന അടിയിൽ കിടക്കണം, മുകളിൽ പോയി കിടക്കണം. അടിയിൽ കിടന്ന ലൈറ്റ് കിട്ടത്തില്ല, ഫോട്ടോസിന്തറ്റിക് വെള്ളം കിടക്കണം, മുകളിൽ കിടക്കണം. മുകളിൽ കിടക്കണമെങ്കിൽ പൊങ്ങി കിടക്കാനുള്ള കഴിവ് വേണം. പൊങ്ങി കിടക്കാനുള്ള കഴിവാണെങ്കിൽ എന്ത് വേണം? വായു കുമിളകൾ വേണം, അല്ലേ. സോ ദിസ് ഗ്യാസ് വാക്യൂൾ വിൽ ഗിവ് ബോയൻസി, അല്ലേ. എന്താണ് ബോയൻസി?
ഉയർന്നു കിടക്കാനുള്ള കഴിവ്. ഗ്യാസ് വാക്യൂൾ will provide buoyancy to blue green alga or photosynthetic bacteria. മനസ്സിലായല്ലോ? ഇതാണ്. അപ്പോൾ ഈ റിസർവ് മെറ്റീരിയൽ ഇൻക്ലൂഷൻ ബോഡീസിനെ കുറിച്ച് പറയുന്നു. They are reserve material stored in cytoplasm. They are also non-membrane body structures. They may have then glycogen granules, then phosphatic granules, or cyanophysin granules in blue green alga and cyanobacteria such as photosynthetic bacteria. They may also have gas vacuoles. Gas vacuole will give buoyancy to the organism so as to float in water for conducting photosynthesis. പോയിന്റ് എല്ലാം മനസ്സിലായില്ല. ഈ ഇൻക്ലൂഷൻ ബോഡീസ് ഒന്നും നമ്മുടെ ബോർഡ് എക്സാമിൽ വെക്കാറില്ല, പക്ഷെ എൻട്രൻസിൽ സ്ഥിരമായിട്ട് തള്ളുന്ന ഏരിയയാണ്. ഓർത്തോ. സോ ഇത് ഇവിടെ കൊണ്ട് നമ്മൾ എന്ത് തീർക്കുകയാണ്? പ്രോകാരിയോട്ട് സെല്ലിനെ കുറിച്ചുള്ള പഠനം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിനി ഈ +2 വരെയുള്ള ഒരു ഏരിയയിലും ഈ പ്രോകാരിയോട്ടിനെ കുറിച്ച് പഠിക്കത്തില്ല. തീർന്നു. പ്രോകാരിയോട്ട് സെല്ലിനെ കുറിച്ചുള്ള പഠനം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനത്തെ പോയിന്റ് പറഞ്ഞു. ഇനി അങ്ങോട്ട് ഫുള്ള് യൂകാരിയോട്ട് സെല്ലും മറ്റു കാര്യങ്ങൾ മാത്രമേ പഠിക്കൂ. സോ +2 വരെയുള്ള നമ്മുടെ പഠനത്തിനകത്ത് പ്രോകാരിയോട്ട് സെല്ലിന്റെ പഠനം ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത വർഷം ചില ബാക്ടീരിയയെ കുറിച്ച് അല്പം പഠിക്കും. അത് ഈ ഒരു ഘടനയൊന്നും അല്ല പഠിക്കുന്നത്, നേരെ ചില ബയോടെക്നോളജിക്കൽ ആസ്പെക്ട് ഒക്കെയാണ്. Let's study eukaryotic cell. എന്താണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്, മെമ്മറി ബോണ്ട് ഓർഗൻസ് ഉണ്ട്, ഹാവ് സ്പെസിഫിക് ഷേപ്പ്, സൈസ്, പിന്നെ ധാരാളം പണികളുണ്ട്. അതിന്റെ ക്രോമസോമിനകത്ത് DNA ഉണ്ട്, DNA പൊതിയുന്ന ഹിസ്റ്റോൺ ഉണ്ട്, അല്ലെ, ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്, ന്യൂക്ലിയർ പ്ലാസം ഉണ്ട്. സോ മെയിൻ ഡിഫറൻസസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ചാർട്ട് ഇട്ടതെന്നാണ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂകാരിയോട്ടും പ്രോകാരിയോട്ടും, അല്ലേ. അപ്പോൾ ഇതിന് പ്രത്യേകം നമ്മൾ പഠിക്കാനുള്ളത് ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെടും? യൂകാരിയോട്ടിൽ ആരൊക്കെ ഉൾപ്പെടും? ഈ യൂകാരിയോട്സ് ഇറ്റ് ഇൻക്ലൂഡ് അനിമൽസ്, then plants. നിങ്ങൾ കിങ്ഡം എന്ന് പറഞ്ഞു 4 കിങ്ഡം ഇല്ലേ? അതൊക്കെ പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ, ഇതെല്ലാം ചേർത്തില്ലേ? സോ ഫഞ്ചൈ, പ്രോട്ടിസ്റ്റ തന്നെ റൈസോഫൈറ്റ്സ്, ഡിനോഫ്ലാജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, പ്രോട്ടോസോവകൾ, സ്ലൈം മോൾഡ്, പിന്നെ നിങ്ങളെല്ലാം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഓർഗാനിസത്തെ കുറിച്ച് അതെല്ലാം തന്നെ ആരാണ്? യൂകാരിയോട്ടുകൾ, അല്ലേ. So, eukaryotic cells include eukaryotic cells are found in all 4 kingdoms such as kingdom Protista, kingdom Protista, fungi, plant, animalia. അതിലുള്ള ആര് വന്നാലും എന്താ തന്നെ യൂകാരിയോട്ടുകളാണ്. അടുത്ത പോയിന്റ്, due to the presence of membrane bound organelles, the cytoplasm is compartmentalized. അതുകൊണ്ട് cytoplasm is compartmentalized due to the presence of membrane bound organelles. നോക്കൂ, ഇത് ബാക്ടീരിയൽ സെല്ലായിരുന്നു. സൈറ്റോപ്ലാസം നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും അറകൾ പോലെ വരുമോ? ഇല്ല. ഇവിടെ ഒരു നൂല് പോലെ തുടങ്ങുന്നത് DNA, ഇവിടെ ഒരു നൂല് പോലെ തുടങ്ങുന്നു, അത് DNA. പിന്നെ ഇത് മെമ്പറൈൻ ബൗണ്ടായിട്ട് ആരും ഇല്ല. അതുകൊണ്ട് തന്നെ സൈറ്റോപ്ലാസം ഒറ്റ ഒരു പാത്രത്തിലെ വെള്ളം പോലെയായിരുന്നു. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് 2 നൂല് കെട്ടി എഴുതിട്ട് കഴിഞ്ഞാൽ അതൊരു അറയായിട്ട് മാറുമോ? ഇല്ല. അതേസമയം ഒരു പാത്രത്തിൽ ഒരു വെള്ളം എടുത്തിട്ട് അത് കുറച്ച് ബലൂണുകൾ മുറിപ്പിച്ചിട്ടാലോ അവിടെ പല അറകൾ വരും. അതാണ് യൂകാരിയോട്ടിക് സെല്ലിന്റെ അവസ്ഥ, അല്ലേ. ന്യൂക്ലിയസ് ഒരാൾ, ലൈസോസോം ഒരാൾ, മൈറ്റോകോൺട്രിയ മറ്റൊരാൾ, അല്ലെ, ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതെല്ലാം തന്നെ മെമ്പറൈൻ ബൗണ്ട് ഓർഗൻസ് ആയതുകൊണ്ട് ഈ സൈറ്റോപ്ലാസത്തിന് ഇവിടെ ഒരു അറ മാറി, ഇവിടെ ഒരു അറ മാറി, ഇവിടെ ഒരു അറ മാറി, ഇങ്ങനെ പല പല അറകളായിട്ട് മാറും. സോ കമ്പാർട്ട്മെന്റലൈസേഷൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെമ്പറൈൻ ബൗണ്ട് ഓർഗൻ, അല്ലെ. അതാണ് പ്രത്യേകതയാണ് യൂകാരിയോട്ടിന്റെ പ്രത്യേകത. ഇൻട്രസ്റ്റ് ചോദിക്കാം. ഫോളോയിങ് സെൽ ഈസ് കമ്പാർട്ട്മെന്റലൈസ്ഡ് ഇൻ സൈറ്റോപ്ലാസം. Due to the presence of membrane bound organelles, cytoplasm of eukaryotic cells are compartmentalized. മനസ്സിലായില്ലോ? ഒരു മുറിക്കകത്ത് കുറെ ബലൂണുകൾ ഉറപ്പിച്ചിടുവാണെങ്കിൽ മുറിക്കകത്തുള്ള സ്ഥലമെല്ലാം തന്നെ പല പല അറകളായിട്ട് മാറും, അല്ലേ. അതുപോലെ അടുത്തത് they have true nucleus, പറയേണ്ട കാര്യമില്ല. Then complex locomotory and cytoskeletal structures, അതൊരു പോയിന്റാണ്. They have complex locomotory and cytoskeletal structures. കോംപ്ലക്സ് ലോക്കോമോട്ടറി എന്ന് പറയുന്ന ഒരു അമീബ, അത് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നത് ആ കപടപാദങ്ങൾ എന്ന് പറയുന്നത് സ്യൂഡോപോഡിയ, അല്ലേ. അല്ലെങ്കിൽ ഫ്ലാവണോമോണസ്, ഫ്ലജല്ല യൂകാരിയോട്ടിന് പ്രോകാരിയോട്ടിനെ അപേക്ഷിച്ച് വളരെ കോംപ്ലക്സ്. നമ്മൾ പഠിക്കും. യൂകാരിയോട്ടിനെ പോലെയല്ല, പ്രോകാരിയോട്ടിനെ പോലെയല്ല യൂകാരിയോട്ടിന്റെ ഫ്ലജ വളരെ കോംപ്ലക്സ് ആണ്. അതുപോലെ നമുക്ക് സീലിയ ഉണ്ട്.
സീലിയയും ഫ്ലജല്ലയും ആരുടെ സ്ട്രക്ചറാണ്? ആരുടെയാണ്? യൂക്കാരിയോട്ടിന്റെയാണ്. പക്ഷേ പ്രോകാരിയോട്ടിന് സീലിയ ഇല്ല, ഫ്ലജല്ല മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വളരെ സിമ്പിളാണ്. പിന്നെ ഇങ്ങനെയുള്ള ചലന അവയവം. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ. അതുപോലെ തന്നെ സെല്ലുകൾക്ക് മസിൽ സെൽസ് സങ്കോചിക്കാനും വികസിക്കാനും കഴിവുള്ള മസിൽ സെൽസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് അവയ്ക്ക് ചലനങ്ങൾ സാധ്യമാവും. അതുകൊണ്ട് യൂക്കാരിയോട്ടിന്റെ പ്രത്യേകതയാണ്, യൂക്കാരിയോട്ട് സെല്ലിന്റെ പ്രത്യേകതയാണ് അവയ്ക്ക് കോംപ്ലക്സ് ലോക്കോമോട്ടറി ഓർഗൻസ് ഉണ്ട്. ആൾസോ ഹാവിംഗ് സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചർ അതായത് കോശത്തിന് ഒരു സ്കെലിറ്റൻ കൂടെ കാണാം. അതെന്താണ് സ്കെലിറ്റൻ? അസ്ഥികൂടം. നിങ്ങൾക്ക് അസ്ഥികൂടം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് വെച്ച് തറകൾ എഴഞ്ഞു കിടക്കുന്നത്? എന്തുകൊണ്ടാണ് മണ്ണിൽ എഴുന്നേറ്റ് വടിവെളി നടക്കാത്തത്? പക്ഷെ പാമ്പ് പൊങ്ങി നിൽക്കുകയും ചെയ്യും അല്ലെ. നമ്മളത് നിവർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വി ഹാവ് എ സ്കെലിറ്റൻ അല്ലെ. നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ മരുന്ന് കുടിച്ചപ്പോൾ നിങ്ങളുടെ സ്കെലിറ്റൻ അങ്ങ് അലിഞ്ഞു പോയി സങ്കല്പിച്ചു നോക്കും. ഇത് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? തറയിൽ കിടക്കും അല്ലെ. തറയിൽ വീണ തുണി പോലെ, അഴിച്ചിട്ട തുണി പോലെ തറയിൽ കിടക്കും. നേരെ എങ്ങാനും പോയില്ല, പിന്നെ എഴഞ്ഞു കിടക്കാനേ പോകും അല്ലെ. അതുകൊണ്ടാണ് അസ്ഥികൂടം ഇല്ലാത്തതുകൊണ്ടാണ് കൊച്ചുകളും മണ്ണിലെ എഴഞ്ഞു കിടക്കുന്നത് അല്ലെ. നമ്മൾ നിവർന്നിരിക്കുന്നത് നമുക്ക് എന്തുള്ളതുകൊണ്ട്? ഒരു സ്കെലിറ്റൻ ഉള്ളതുകൊണ്ടാണ്. ഈ സെല്ലുകൾക്ക്, യൂക്കാരിയോട്ട് സെല്ലുകൾക്ക് ഒരു സ്കെലിറ്റന്റെ ആവശ്യമുണ്ട്. എന്താ? സെല്ലിനുള്ളിൽ ചില നാരുകൾ കിടപ്പുണ്ട്. തലയണയ്ക്കുള്ളിൽ പഞ്ഞി എന്ന പോലെ. പഞ്ഞിയില്ലാത്ത തലയണയ്ക്ക് ഷേപ്പ് ഉണ്ടോ? ഇല്ല. പഞ്ഞി ഉണ്ടെങ്കിലും അതിന് ഷേപ്പ് ഒരു ബലമുണ്ട് അല്ലേ. നിങ്ങൾ തല വെച്ചാൽ പതിനൊന്നും തലയെടുത്ത പഴവരോ അല്ലേ. എന്തുകൊണ്ടാണ്? അതിനകത്തൊരു നാല് പടലമുണ്ട്. ആ നാല് പടലം അതിന്റെ സ്കെലിറ്റൻ പോലെയാണ്. ഡസ്റ്ററിനുള്ളിൽ പഞ്ഞി നിറച്ച പോലെ, തലയാണയ്ക്കുള്ളിൽ പഞ്ഞി നിറച്ച പോലെ ഈ സെല്ലിനുള്ളിൽ ചില നാരുകൾ നിറച്ചിട്ടുണ്ട്. സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് എന്നാണ് വിളിക്കുന്നത്. They include ഫൈബേഴ്സ്, ട്യൂബ്യൂൾസ്, അതുപോലെ കെരാറ്റിൻ, അങ്ങനെ ഒരുപാട് നമ്മൾ പഠിക്കും. എന്താ ഇതിന്റെ ആവശ്യം? ഇത്തരം സെല്ലുകൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട് പ്രോകാരിയോട്ടിന് ആവശ്യമില്ല? പ്രോകാരിയോട്ട് ഒറ്റ സെല്ലുകൾ മാത്രമേ ഉള്ളൂ. പ്രോകാരിയോട്ട് ഒറ്റ സെല്ലേ ഉള്ളൂ. മാത്രമല്ല മോസ്റ്റ് പ്രോകാരിയോട്ട് ആൾവേസ് ഇൻ വാട്ടർ. ഒട്ടുമിക്ക പ്രോകാരിയോട്ട് ഒന്നുകിൽ വെള്ളത്തിലായിരിക്കും അല്ലെങ്കിൽ വായുവിലായിരിക്കും അല്ലെ. അതേസമയം യൂക്കാരിയോട്ട് സെല്ലിന് മൾട്ടി സെല്ലാർ സ്ട്രക്ചർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ സെല്ലുകൾക്ക് മർദ്ദം കൂടുതൽ അനുഭവിക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ ഞാൻ വരയ്ക്കാം. ഇതൊരു ആനയുടെ കാലാണ്. ഇതൊരു ആനയുടെ തല. ഓക്കെ. ആനയുടെ തലയിൽ ഇവിടെ ഒരു സെല്ലുണ്ട്. ഞാൻ എ എന്ന സെല്ല്. ഈ പാദത്തിന് ഇവിടെ ഒരു സെല്ലുണ്ട്. അതിന്റെ ഒരു ബി എന്നാണ്. സപ്പോസ് ഇതിൽ ഏത് സെല്ലിനാണ് ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത്? എക്കോ ബിക്കോ? എ എന്ന സെല്ല് അനുഭവപ്പെടുന്ന മർദ്ദം അന്തരീക്ഷ മർദ്ദം മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷെ ബി എന്ന സെല്ല് അനുഭവപ്പെടുന്ന മർദ്ദം ഈ ആനയുടെ ഭാരം പ്ലസ് അന്തരീക്ഷ മർദ്ദം അല്ലേ. എന്ന് വെച്ചാൽ ഈ സെല്ലുകളെല്ലാം ചപ്പി പോയി പപ്പടം പോലെ ആയപ്പോൾ സാധ്യത കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ പതിഞ്ഞ് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അവയ്ക്കുള്ളിൽ എന്ത് വേണം? തലയിണയ്ക്കുള്ളിൽ നാരുകളെന്ന പോലെ കുറെ ഫൈബേഴ്സിനെ വാരിയിടണം. പ്രകൃതി എല്ലാ സെല്ലുകളിലും കുറെ ഫൈബേഴ്സിനെ ഇട്ടിട്ടുണ്ട്. അത്തരം ഫൈബറുകളുടെ പേരാണ് സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. കോശത്തിന്റെ അസ്ഥികൂടങ്ങളുടെ സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. മൈക്രോ ട്യൂബ്യൂൾസോ മൈക്രോ ഫൈബേഴ്സോ ഇന്റർമീഡിയറ്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് കഴിയുമ്പോൾ പഠിക്കും. എന്തായാലും ഇതൊക്കെ ആരുടെ സ്വഭാവമാണ്? യൂക്കാരിയോട്ട്. എന്തുകൊണ്ട് പ്രോകാരിയോട്ടിനില്ല? പ്രോകാരിയോട്ടല്ലേ യൂണിസെല്ലാറ്. ഇത് മൾട്ടി സെല്ലാറാണ് അല്ലെ. തിമിംഗലത്തിന് ഒരു വലിയ ശരീരമാണെങ്കിൽ വെള്ളത്തിൽ കിടന്നതിന് കുഴപ്പമില്ല അല്ലെ. വലിയ ശരീരത്തിന്റെ ഭാരം താങ്ങാൻ വയ്യാതെയാണ് ഡിനോസറുകളൊക്കെ പിന്നീട് നശിച്ചു പോയെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം അടുത്ത പോയിന്റ് എന്താണ്? ദേ ഹാവ് കോംപ്ലക്സ് ലോക്കോമോട്ടറി ആൻഡ് സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. അടുത്ത DNA ഈസ് സീൻ ഇൻസൈഡ് ദ ക്രോമോസോം. അടുത്ത പോയിന്റാണ്. DNA ഇവിടെ കാണപ്പെടുന്നു. അപ്പൊ ഞാൻ എന്തെല്ലാം പോയിന്റുകൾ പറഞ്ഞു? ടിക്കിയിൽ മാത്രം ഇടാം. They include these much organisms. രണ്ട്, they have true nucleus ഉണ്ട്. Then membrane bound ഓർഗൻസ് ഉള്ളത് കൊണ്ട് സൈറ്റോപ്ലാസം പല പല കമ്പാർട്ട്മെന്റായി മാറിക്കഴിഞ്ഞു. പിന്നെ അവയ്ക്ക് ഇതുപോലെ സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതൊക്കെ പറഞ്ഞു. ഇപ്പൊ പറയാണ് എന്താണ്? DNA is inside chromosome. DNA ക്രോമസോമുകൾക്കുള്ളിലാണ്. അടുത്ത പോയിന്റ് DNA is inside chromosome. ഈ പോയിന്റ് എല്ലാം കുറിച്ചാണ്. They have true nucleus, membrane bound organs ഉണ്ട്. അതുകൊണ്ട് അവയുടെ സൈറ്റോപ്ലാസം കമ്പാർട്ട്മെന്റായി മാറിക്കഴിഞ്ഞു. അവയ്ക്ക് സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് they have complex locomotor organ and cytoskeletal structures. ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത DNA is inside the chromosome. അത് അങ്ങനെ പറയാൻ കഴിയും. സാധാരണ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ബാക്ടീരിയയുടെ DNA എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഉള്ളൂ? DNA മാത്രമേ ഉള്ളൂ. DNA പൊതിഞ്ഞുകൊണ്ട് പ്രോട്ടീനായ ഹിസ്റ്റോൺ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പക്ഷേ യൂക്കാരിയോട്ട് DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൊതിഞ്ഞുകൊണ്ട് ഹിസ്റ്റോൺ എന്ന് പറഞ്ഞ് പ്രോട്ടീൻ കൂടി ഉള്ളതുകൊണ്ട് ആരാണ്? ക്രോമസോമാണ്. അല്ലാതെ വെറും DNA അല്ല.
So DNA is inside a chromosome, not naked. It is covered with a protein called histone. അല്ലേ, അതാണ് ഒരു പോയിന്റ്. ആനയൊക്കെ വായിക്കാം. So DNA is in chromosome. അതാണ് ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് പ്ലാന്റ് സെൽ ആനിമൽ സെൽ എന്നുള്ള കുറെ ഓർഗനെ കുറിച്ച് വ്യത്യാസം പറയാം. ഈ പ്ലാന്റ് സെൽ എന്തൊക്കെയുണ്ട്? വാക്യൂൾ ഉണ്ട്, then പ്ലാസ്റ്റിക്സ് ഉണ്ട്, then സെൽ വാൾ ഉണ്ട്. ആരിലാണ്? പ്ലാന്റ് സെൽ. സോ ദീസ് ആർ പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ. ഇനി ആനിമൽ സെല്ലിലേക്ക് വരുമ്പോൾ ഇത് മൂന്നും ഇല്ല, പക്ഷെ വേറെ ആശയം ഉണ്ടായാണ് സെൻട്രിയോൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. സെൻട്രിയോൾ ഈസ് പ്രസന്റ്. These are the difference between plant cell and animal cell. അപ്പോൾ ഞാൻ യൂക്കാർഡ് സെല്ലിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. യൂക്കാർഡ് സെൽ ഇൻക്ലൂഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംജൈ, പ്ലാന്റ്, അനിമാലിയ. അടുത്ത ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻസ് സൈറ്റോപ്ലാസം ഈസ് കമ്പാർട്ട്മെന്റലൈസ്ഡ്. അടുത്ത പോയിന്റ് ദേ ഹാവ് ട്രൂ ന്യൂക്ലിയസ്. അടുത്ത പോയിന്റ് they have cytoskeletal structures and complex locomotor organ. അടുത്ത പോയിന്റ് DNA is found inside chromosome. അഥവാ DNA is not naked, it is covered with a protein called histone. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു plant cell have three structures such as cell wall, vacuole and plastics, but animal cell have centriole. Centriole animal cell മാത്രമേ ഉള്ളൂ, plant cell ഇല്ല. plant cell ഉള്ള മൂന്ന് സാധനം animal cell ഇല്ല. ഓക്കെ, ഇത്രയും ആമുഖമായി പഠിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഞാൻ ആദ്യമേ ഒരു സെല്ല് വരയ്ക്കുന്നു. അതിന്റെ എവിടെ തുടങ്ങണം? പഠിച്ചവിടെ തുടങ്ങണം. ആദ്യം ഏറ്റവും പുറമെയുള്ള ക്ലാസ് നമ്പറെ കുറിച്ച് പഠിക്കാം. അല്ല, നിങ്ങൾക്ക് ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ, ഒരു വീടും വസ്തുവൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ആദ്യം കാണുന്നതിന്റെ മതിലായിരിക്കും അല്ലേ? അപ്പൊ മതിലല്ലേ നിങ്ങൾ നോക്കാം? മതില് കൊള്ളാം. പിന്നെ അകത്തോട്ട് മുറ്റം കൊള്ളാം, പിന്നെ അത് വീട് കൊള്ളാം, പിന്നെ വീടിനകത്തൊരു മുറികൾ കൊള്ളാം. ഇങ്ങനെ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ പുറമേ നിന്നുള്ള ആദ്യം ഓടിച്ചെന്ന് അടുക്കള കൊള്ളാമെന്ന് നോക്കിയിട്ടാണ് പുറത്തിറങ്ങുന്നത് അല്ലേ? അതേപോലെ നമ്മൾ ആദ്യം എന്ത് വിളിക്കുന്നു? ക്ലാസ് വാങ്ങുന്നവരെ പഠിച്ചോളാം. ആദ്യം ക്ലാസ് വാങ്ങുന്നത് അല്ലേ? സോ ലെറ്റ്സ് സ്റ്റഡി ഫസ്റ്റ് ഇസ് കാൾഡ് പ്ലാസ്മ മെംബ്രെയിൻ. PM. Plasma membrane വേറെ ചില പേരുകളുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് യൂണിവേഴ്സൽ മെംബ്രെയിൻ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് യൂണിറ്റ് മെംബ്രെയിൻ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് സെൽ മെംബ്രെയിൻ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. പല പല പേരുകളുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. മുട്ടയിലേക്ക് വരുമ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിനും നമ്മുടെ സെല്ലിന് അത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിനാണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് യൂണിവേഴ്സൽ മെംബ്രെയിൻ. പല പേരുകളുണ്ട്, പക്ഷെ ഈ പേര് ഓർത്തോളൂ. എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ? ഓക്കെ, എന്താണിത്? ഇറ്റ് ഈസ് എ മെംബ്രെയിൻ ദാറ്റ് ഈസ് കവറിംഗ് ദ സൈറ്റോപ്ലാസം. ദാറ്റ് ഈസ് ലിവിംഗ് ഓർ ഡെഡ്? ഇറ്റ് ഈസ് ലിവിംഗ് മെംബ്രെയിൻ. ഇറ്റ്സ് എ ലിവിംഗ് മെംബ്രെയിൻ ആണ്. ഡെഡ് മെംബ്രെയിൻ അല്ല. സെൽ വാൾ ഡെഡ് ആണ്, ഗ്ലൈക്കോകാലിക്സ് ഡെഡ് ആണ്. നമ്മൾ പഠിച്ചു പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഡെഡ് ആണ്. പക്ഷെ എവിടെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടോ, അത് എവിടെയാണെങ്കിലും അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും, ഫംഗ്ഷൻ എന്തായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറും നിർമ്മാണ ഘടകവും ഒന്ന് തന്നെയായിരിക്കും. നമ്മളിവിടെ പ്രോകാരിയോട്ടിന്റെ പ്ലാസ്മയെ കുറിച്ച് ഒന്നും പഠിച്ചില്ല, കാരണം അത് തന്നെയാണ് യൂക്കാരിയോട്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സോ ഇത് ആദ്യം പഠിച്ചത് RBC ആണ്. ഫസ്റ്റ് സ്റ്റഡീഡ് ഇൻ RBC. ആദ്യം പഠിച്ചത് RBC. അന്ന് പഠിച്ച മനസ്സിലായിട്ട് കണ്ടെയ്ൻ ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. അത് ആദ്യം ലിപ്പിഡ് ബൈലെയർ എന്നാണ് പഠിച്ചത്. ഫസ്റ്റ് ലിസ്റ്റ് സ്റ്റഡീഡ് ലിപ്പിഡ് ഹാസ് 2 layers. ലിപ്പിഡ് ബൈലെയർ. രണ്ട് വസ്തുക്കളാണ്, ലിപ്പിഡും പ്രോട്ടീൻ ഉണ്ട്. ലിപ്പിഡ് 2 ലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് ആദ്യം പഠിച്ചത്. നോക്കൂ, അവരന്ന് ആദ്യം പഠിച്ചപ്പോ ഈ ലിപ്പിഡിനെയും പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ച് പഠിച്ചപ്പോ ഒരു സെല്ല് അതിന് ഇത്രയും ഭാഗം ഞാൻ ഇവിടെ മാറ്റിയെടുക്കുക. ഇത്രയും ഭാഗം ഇത് മാറ്റിയെടുത്തത് എനിക്ക് കണ്ട 2 ലെയർ ഉണ്ട്, 2 ലെയർ. ഇത് ലിപ്പിഡ്, ഇത് ലിപ്പിഡ്. അപ്പൊ ദിസ് കാൾഡ് ലിപ്പിഡ് ബൈലെയർ. ഇടയ്ക്കിടയ്ക്ക് പ്രോട്ടീൻ, വീണ്ടും പ്രോട്ടീൻ, ലിപ്പിഡ്, ഇങ്ങനെ പോകാം. ഇത് പ്രോട്ടീൻ. അതിനാൽ ഇതിനെ വിളിക്കാൻ ലിപ്പോ പ്രോട്ടീനേഷ്യസ് മെംബ്രെയിൻ.
ആദ്യകാലത്ത് പ്ലാസ്മയെ കുറിച്ച് പഠിച്ചപ്പോൾ അത് മനസ്സിലായി ലിപ്പിഡും പ്രോട്ടീനും മാത്രമേ ഉള്ളൂ. കൂടുതൽ പഠിച്ച മനസ്സിലായി ലിപ്പിഡ് 2 ലെയർ ആയിട്ട് ഇരിക്കുന്നു. So it is called lipid bilayer along with the protein. So they called plasma as lipoproteinaceous membrane. സിമ്പിളല്ലേ? ഇനി ഈ ലിപ്പിഡ് അവർ കൂടുതൽ പഠിച്ചു. ലിപ്പിഡ് എടുത്ത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. കുറെ കൂടെ വലുതാക്കി പഠിച്ചപ്പോൾ ഇത്ര ഭാഗം, അതായത് ഒരു ലെയർ വലുതാക്കി പഠിച്ചു. ഇത് ഇപ്പൊ ഇത് പ്ലാസ്മ മെംബ്രേൻ ആണെങ്കിൽ ഇത് അതിന്റെ ഇന്നർ റീജിയനാണല്ലോ. ഇവിടെ എന്താണ്? സൈറ്റോപ്ലാസം. ഇത് പുറത്തുനിന്ന് വരും ഔട്ടർ റീജിയനാണ് അല്ലേ? ഇതെല്ലാം വലുതാക്കി എടുത്താൽ അപ്പൊ ഈ അകത്തുനിന്ന് സൈറ്റോപ്ലാസം അല്ലേ? സൈറ്റോപ്ലാസം. ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽ പഠിച്ചപ്പോൾ എന്താണ്? ലിപ്പിഡ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ലിപ്പിഡ് ഇങ്ങനെ ഈ മെംബ്രേൻ ഇങ്ങനെ കാണപ്പെടും. ഈ മെംബ്രേൻ നോക്കിയപ്പോഴും അത് ഇങ്ങനെ കാണപ്പെടും. ഈ മെംബ്രേൻ നോക്കിയപ്പോഴും അത് ഇങ്ങനെ കാണപ്പെടും. ഓക്കെ, ഒരു ലിപ്പിഡിന്റെ മോളിക്യൂൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു തലയും കാണും, ഒരു വാലും കാണും. ഓക്കെ, തലയും കാണും, വാലും. അപ്പോൾ ഈച്ച് ലിപ്പിഡ് മോളിക്യൂൾ കമ്പോസ് ഓഫ് 2 പാർട്ട്. എന്താണ്? ഒരു ഹെഡ്, ഇറ്റ് ഈസ് കാൾഡ് പോളാർ ഹെഡ്. ഇത് നോൺ പോളാർ ടെയിൽ. വരച്ച മനസ്സിലായോ? ഒന്നുമില്ല. ലിപ്പിഡ് 2 ലെയർ ഉണ്ട്. അതിൽ ലെയർ പഠിച്ചു വലുതാക്കി നോക്കിയപ്പോൾ ലിപ്പിഡ് മോളിക്യൂൾസ് ഇങ്ങനെ അടുക്കി നിരക്കേരി വെച്ചിരിക്കുക. ഇവിടെ ലിപ്പിഡ് മോളിക്യൂൾ നിരക്കേരി വെച്ചു. പക്ഷെ തിരിച്ചറിച്ച ഇവിടെ ഇങ്ങോട്ടാണ് ചെയ്യുന്നത്, അവിടെ അങ്ങോട്ടാണ് ചെയ്യുന്നത്. ഓരോ ലിപ്പിഡ് മോളിക്യൂൾ നോക്കിയപ്പോഴും എന്ത് കണ്ടു? അതിന് 2 പാർട്ട് കാണാം, ഒരു തലയും ഒരു വാലും. തലയെ വിളിച്ച പേര് പോളാർ ഹെഡ് എന്ന്, വാലിനെ വിളിച്ച പേര് നോൺ പോളാർ ടെയിൽ എന്നോ. മനസ്സിലായാലും മനസ്സിലായാലും ഓക്കെ. ഇനി ഞാൻ ഈ ഭാഗം വാങ്ങിച്ചാലേ എനിക്ക് ബാക്കി എഴുതാൻ പറ്റും. ഈ പോളാർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലിക്കാണ്. ഹൈഡ്രോഫിലിക് എന്ന് വെച്ചാൽ വെള്ളത്തോട് താല്പര്യമുണ്ട്, അഫിനിറ്റി ഉണ്ട്. വെള്ളം ഒഴിച്ചാൽ നനയും അല്ലെ? എണ്ണയ്ക്കകത്ത് വെള്ളം ഒഴിച്ചാൽ നനയോ? ഇല്ല, അത് ഹൈഡ്രോഫോബിക്കാണ്. ലിപ്പിഡ് എന്ന് പറയുന്നത് കൊഴുപ്പാണ്, അത് വെള്ളത്തോട് താല്പര്യമുള്ള വസ്തു അല്ലെന്ന് എങ്കിൽ പോലും അതിന്റെ പോളാർ ഹെഡ് എന്ന് പറയുന്നത് വെള്ളത്തോട് താല്പര്യമുള്ളത്. എന്നാൽ നോൺ പോളാർ ചെയ്യുന്നത് ഹൈഡ്രോഫോബിക്കാണ്. ഹൈഡ്രോഫോബിക്കിന് വെള്ളത്തിൽ താല്പര്യമില്ല, വെള്ളത്താൽ നനയത്തില്ല. മനസ്സിലായില്ല? ഇപ്പൊ ഒരു വസ്തു തന്നെ 2 സ്വഭാവം കാണിക്കുക. ഒരു വസ്തുവിന്റെ 2 സ്വഭാവം കാണിച്ചാൽ ഇങ്ങനെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കാൾഡ് ആംഫോട്ടറി കണ്ടീഷൻ. ഒന്നും പറയുന്നില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് കാൾഡ് ആംഫോട്ടറിക്. എന്താണ് ആംഫോട്ടറിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എ മെറ്റീരിയൽ ഷോയിങ് 2 properties such as hydrophilic and hydrophobic. Which one is hydrophilic? That is polar head. Which one is hydrophobic? Non-polar tail. അല്ലേ? പ്രകൃതി അത് എങ്ങനെ അറിയുന്നത്? ഇവിടെയൊക്കെ സൈറ്റോപ്ലാസം അല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത് സൈറ്റോപ്ലാസം. അപ്പൊ ഈ ഹെഡ് വെള്ളത്തെ കൊണ്ട് കുഴപ്പമില്ല. ഈ വാലിന് വെള്ളത്തെ പേടിയാണ്, അകത്ത് പോയി. ഇവിടെ അങ്ങനെ അറിയാം, ഹെഡ് വെളിയിലും വാലകത്തും. വാലകത്ത് വെച്ച കാര്യം അത് വെള്ളത്തോട് പേടിയുള്ള അല്ലെങ്കിൽ വെള്ളത്തോട് താല്പര്യമില്ല, എന്നാൽ അതിന് ഇയാൾക്ക് വെള്ളത്തോട് ഇഷ്ടമുണ്ട്, അപ്പൊ പുറത്ത് പോയി അങ്ങനെ അറേഞ്ച് ചെയ്തല്ലേ? അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. മനസ്സിലായി? എന്തൊക്കെയാ പറഞ്ഞു? ഇവിടെ പറയുന്നത് പ്ലാസ്മ ഈസ് എ ലിവിംഗ് മെമ്പറൈൻ. ബാക്കി അതർ പേരുകളൊക്കെ ഓർത്തോളൂ. First study in RBC, that understood that contain lipid and protein. Lipid is as in 2 layer. But detailed study it is seen that there are certain protein also. So which is called lipoproteinaceous membrane. When analyzing lipid molecule, it is arranged as a series. And each lipid molecule has a head and a tail. Head is called polar head and tail is called non-polar tail. Polar head is hydrophilic, has affinity towards water. Non-polar tail is hydrophobic, no affinity towards water. That character showing one molecule, like one substance having 2 characters, just towards water such as hydrophilic and hydrophobic is called amphoteric. And നിങ്ങൾ വേറെ പഠിച്ചിട്ടുള്ള സിസ്റ്റർ അയോണിക് എന്ന് പറഞ്ഞ് നിങ്ങൾ ബയോമോളിക്യൂൾസ് പഠിക്കുന്നില്ല. സിസ്റ്റർ അയോണിക് ഫോം ഒരേ വസ്തുവിന്റെ അസിഡിക്കും ബേസിക്കും ക്യാരക്ടർ കാണിക്കുന്നതിനെ സിസ്റ്റർ അയോണിക് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഓർമ്മ അമിനോ ആസിഡുകൾ സി OH, CO മൈനസ്, NH2+. ഇതൊക്കെ പഠിച്ചില്ലേ? ഐ തിങ്ക് ദിസ് ഇസ് ഓക്കെ. ഓക്കെ, എന്താ ചെയ്തത്? NH2+ഉം ഇവിടെ CO മൈനസും. അപ്പൊ അമിനോ ആസിഡ് 2 സ്വഭാവം ഒന്നിച്ച് കാണിക്കും. അതെ, അസിഡിക് ക്യാരക്ടർ ബേസിക് ക്യാരക്ടർ. അപ്പൊ ഇതിനെ വിളിക്കണം സ്വിറ്റർ അയോണിക് ഫോം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതേപോലെയാണിത്. എന്ത് അസിഡിക്കും ബേസിക് ക്യാരക്ടർ കാണിക്കുന്ന പോലെ ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും ആംഫോട്ടോ. ഇത്രയും പോയിന്റ് മനസ്സിലായാലും ബാക്കി പോയിന്റ് വരെ പോകാം. ഇതൊക്കെ ജസ്റ്റ് വായിക്കാണ്.
ഇതൊക്കെ കൊടുക്കണം, കൈയോടെ വായിച്ചു വയ്ക്കണം. ഇതൊക്കെ പലരോട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്. ഇനി ഈ നോൺ പോളാർ ടെയിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. Non-polar tail is made up of saturated hydrocarbon. Tail is kept away from water. Tail is kept away from water. Then non-polar tail is made up of saturated hydrocarbon. This lipid is lipid. As total, this is lipid. Protein is lipid. They are phosphoglycerides. Lipids are phosphoglycerides. ഇത് EP ആണ്. ലിപ്പിഡ്സ് ആർ ഫോസ്ഫോഗ്ലിസറൈഡ്സ് എന്നും നോൺ പോളാർ ടെയിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നുള്ള എൻട്രൻസ് പോയിന്റ്. ഓക്കെ. ഇനി കൂടുതൽ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്ലാസ്മ പറയുന്നത് ലിപ്പിഡ് പ്രോട്ടീൻ മാത്രമല്ല, കാർബോഹൈഡ്രേറ്റും ഉണ്ട്. സോ പ്ലാസ്മ മെംബ്രെയിൻ കമ്പോസ്റ്റ് ഓഫ് നോട്ട് ഓൺലി ലിപ്പിഡ് പ്ലസ് പ്രോട്ടീൻ, ദേ ആൾസോ കമ്പോസ്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. പഠനം അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഇത് മനസ്സിലായി, ലിപ്പിഡ് പ്രോട്ടീൻ മാത്രമല്ല കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. മാത്രമല്ല സയൻറ്റിസ്റ്റുകൾ അതിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. നോക്കൂ, ലിപ്പിഡ് അബൌട്ട് 40%, പ്രോട്ടീൻ അബൌട്ട് 52% ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഈസ് 80%. കാർബോഹൈഡ്രേറ്റ് പെർസെന്റേജ് പറയുന്നില്ല, എൻട്രൻസ് ചോദിച്ചിട്ടുണ്ട് എനിക്ക്. ബാക്കി രണ്ട് നന്നാ പിന്നെ അത് പറഞ്ഞൂടെ. ലിപ്പിഡ് 40%, പ്രോട്ടീൻ 55%, കാർബോഹൈഡ്രേറ്റ് എത്ര എന്ന് വെച്ചാൽ ചോദ്യമാണ്. പക്ഷെ എൻട്രൻസ് ചോദിക്കുന്നില്ല. അത് അറിയാവുന്ന കാക്കെ, മറ്റേ രണ്ടും അറിയാവുന്ന കാക്കെ കാർബോഹൈഡ്രേറ്റ് പറയാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് എ കോൺസെൻട്രേഷൻ. മനസ്സിലായില്ല? ഓക്കെ. ഇനിയാണ് ഇതിന്റെ ഒരു അൾട്രാസ്ട്രക്ചർ പറയാൻ പോവാണ്. അപ്പൊ ഇതിനി ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുത്. ഇപ്പൊ ഞാൻ വായിക്കണേ, ഇതെല്ലാം വായിക്കാണ്. കാരണം നിങ്ങൾ വീഡിയോ സ്റ്റില്ലാക്കി നിർത്തി വരച്ചെടുക്കാനോ അല്ലെങ്കിൽ പുറമോട്ട് കാണാനുള്ള അവസരം. ഇനി വീണ്ടും ഇങ്ങനെ വരച്ചു പോവാണ്, ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മൾ ഇത് വരച്ചോണ്ടിരിക്കുന്നത് ഇതൊരു പ്ലാന്റ് സെൽ അല്ലെങ്കിൽ അനിമൽ സെല്ല്, അതിന്റെ ഇത്രയും ഭാഗം ആണ് വരച്ചോണ്ടിരിക്കുന്നത് അല്ലെ. അത് ഇങ്ങനെ പരന്നു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ പോകുന്നതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ എടുത്തു നോക്കുന്നത്. അപ്പൊ ഇതെന്തോ ഇങ്ങനെ കാണുന്നത് എന്തോ പുറമോട്ടൊക്കെ ഇരിക്കുമല്ലേ. ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മതില് പൊളിച്ചു, ഒരു മതിൽ ഇങ്ങനെ പൊളിച്ചു, കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു മതിൽ പൊളിച്ചു. കല്ലുകൊണ്ടുണ്ടാക്കിയ മതിലിന്റെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കല്ലുകൊണ്ട് മതിലാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പാറ ഇതൊക്കെ പാറ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നത് എന്തോ ഇത് അങ്ങോട്ടങ്ങോട്ട് ഇരിക്കുന്ന പാറകാറ്റ മനസ്സിലായി. അതുപോലെ അങ്ങോട്ടങ്ങോട്ട് ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് പ്രോട്ടീൻ, ഞാൻ പറയാം ഇടയ്ക്കിടയ്ക്ക് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. വീണ്ടും ലിപ്പിഡ് മോളിക്യൂൾസ്, വീണ്ടും പ്രോട്ടീൻ. ഇങ്ങനെ കാണും. അപ്പോൾ ചില പ്രോട്ടീൻ അകത്ത് പൊതഞ്ഞിരിക്കുകയാണ്. ചില പ്രോട്ടീൻ ഇങ്ങനെയല്ല, ചില പ്രോട്ടീൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെള്ളി നിൽക്കും. ചില പ്രോട്ടീൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ചില പ്രോട്ടീൻ ഇങ്ങനെ തള്ളി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രോട്ടീനകത്താണ് കാർബോഹൈഡ്രേറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് കാർബോഹൈഡ്രേറ്റ്. ഇപ്പൊ രണ്ടുതരം പ്രോട്ടീൻ കാണാം. ഒന്ന് അകത്ത് പൊതഞ്ഞിരിക്കുന്ന പ്രോട്ടീൻ, ഈ മെമ്പറിന്റെ അകത്തിരിക്കുന്നത്. ഇവിടെ അതിന്റെ ആറ്റ കാണുന്നത്. പിന്നെ പൊതഞ്ഞിരിക്കുന്ന പ്രോട്ടീന്റെ തലയാണ് ഈ കാണുന്നത്. ഇവിടെ വന്ന് പൊതിഞ്ഞിരിക്കണം, അതിന്റെ തലയായി ഇങ്ങനെ പോവാണ്. അതിനകത്ത് അങ്ങിങ്ങനെ വലിയ വാറകളിരിക്കുന്നു പറഞ്ഞു. നിങ്ങൾക്ക് പുസ്തകത്തിലെ പഠനം ഇൻസൈറ്റ് ഇട്ട് തരുന്നത്, അത് കണ്ടാൽ വ്യക്തത മനസ്സിലാക്കുന്നത്. നമുക്ക് വരച്ച് ഫലിപ്പിക്കാൻ ഒരു പടമല്ല, പക്ഷെ പരീക്ഷയ്ക്ക് പഠനം തന്നെ നെക്സ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പൊതഞ്ഞിരിക്കുന്ന പ്രോട്ടീനുകളിലാണ് ഇൻക്ലൂഡഡ് പ്രോട്ടീൻ, അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ. പുറത്തേക്ക് നൽകിയ എക്സ്ക്ലൂഡഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻ.
പുറത്തേക്ക് അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻ, അകത്ത് പൊതിഞ്ഞിരിക്കുന്ന ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ. ഇന്റഗ്രൽ എന്ന് വിളിക്കാം, ഇന്റഗ്രൽ എന്ന് വിളിക്കാം, ഇന്റഗ്രൽ പ്രോട്ടീൻ. പല കാര്യങ്ങളുണ്ട്. ഇന്റഗ്രൽ എന്ന് വിളിക്കാം, ഇൻക്ലൂഡ് എന്ന് വിളിക്കാം, ഇൻട്രിൻസിക് എന്ന് വിളിക്കാം. പുറത്തേക്ക് അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് അങ്ങനെ വിളിക്കാം. എക്സ്ട്രിൻസിക് പ്രോട്ടീൻ അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻ. ഇതെന്തോ ഇത് കാർബോഹൈഡ്രേറ്റ് ആണ്. 8% ആശം ഇവിടെ ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ നീണ്ടിങ്ങനെ. ഇതാണ് ഒരു മെമ്പറിന്റെ സ്ട്രക്ചർ, പ്ലാസ്മയുടെ സ്ട്രക്ചർ. മനസ്സിലായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പഠനം ഇൻസൈറ്റ് ഇടുന്നത് അത് കാണണം. അത് വ്യക്തമായിട്ട് കണ്ടാൽ കൂടുതൽ മനസ്സിലാക്കും. ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് പ്ലാസ്മ. ഓക്കെ, പുസ്തകത്തിലുള്ള ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ഥിരം വരച്ച് പഠിക്കണം നിങ്ങൾ നന്നായിട്ട്. പരീക്ഷയ്ക്ക് ഈ പടം തന്നിട്ട് ലേബൽ ചെയ്യാൻ പറയും. ഇതിനകത്ത് വ്യക്തമായിട്ട് ഇൻക്ലൂഡഡ് പ്രോട്ടീൻ കാണാം, എക്സ്ട്രിൻസിക് പ്രോട്ടീൻ കാണാം, കാർബോഹൈഡ്രേറ്റ് കാണാം. മാത്രമല്ല നമ്മൾ ആ പോളാർ ഹെഡ്, നോൺ പോളാർ ടെയിൽ, പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഒരു മെംബ്രെയിൻ പോലെ ഇരിക്കുന്നു. അതിൻ്റെ അപ്പർ സൈഡ്, ലോവർ സൈഡ്, ആ പ്രോട്ടീൻ്റെ തലപ്പ്, ചുവട്, ഇങ്ങനെ എല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഭംഗിയായിട്ട് വരച്ച് ഒരു തവണ ഇങ്ങനെ വരച്ച് പഠിക്കണം, എന്നാലും നിങ്ങൾക്ക് ലേബൽ ചെയ്യാനൊക്കെ എത്തുള്ളൂ. ഈ പ്ലാസ്മ മെംബ്രെയിൻ സ്വീകാര്യമായ ഒരു മോഡൽ പിന്നീട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പടം വരച്ച് പഠിച്ചോളെ. പ്ലാസ്മയുടെ ഏറ്റവും സ്വീകാര്യ മോഡൽ അവതരിപ്പിച്ചത് സിംഗർ ആൻഡ് നിക്കൽസ് എന്ന രണ്ട് സയന്റിസ്റ്റാണ്. വർഷം 1972 സിംഗർ ആൻഡ് നിക്കൽസ് ഇത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഈ പ്ലസ് 1 പരീക്ഷ സാധാരണ വർഷം ചോദിക്കാൻ പതിവില്ല. പക്ഷേ ഒരു വർഷത്തെ പരീക്ഷയ്ക്ക് ഈ സിംഗർ ആൻഡ് നിക്കൽസൺ എന്ന ആ സംഭവം, അതായത് പ്ലാസ്മയുടെ ഏറ്റവും സ്വീകാര്യമായ മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്, ഏത് വർഷമാണ് ചോദിച്ചത്. അതുപോലെ പിന്നെ ഒരു പരീക്ഷയ്ക്ക് വേറൊരു വർഷം ചോദിച്ചിട്ടുണ്ട്. രണ്ട് വർഷങ്ങൾ മാത്രമേ ഇയറിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുള്ളൂ. അത് ഒന്നിതായിരുന്നു, ഹു പ്രപ്പോസ്ഡ് ദ മോസ്റ്റ് അക്സെപ്റ്റഡ് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഉത്തരം സിംഗർ ആൻഡ് നിക്കൽസൺ, 1 മാർക്ക്. ഇൻ വിച്ച് ഇയർ, 1 മാർക്ക്. 1972. എൻട്രൻസിന് പ്രധാനപ്പെട്ടത് പറയേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സ്വീകാര്യ ഒരു മോഡൽ അവരാണ് സിംഗർ ആൻഡ് നിക്കൽസൺ. എന്താണ് പറയുന്നത് അറിയാം, അവരുടെ മോഡലിന്റെ പേര് ഇവിടെ ഉണ്ടാകും. മോഡലിന്റെ പേര് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക്ക്, മൊസൈക്ക് ഇട്ട തറ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ടില്ല. പണ്ട് മൊസൈക്ക് ഇട്ട തറ ഇട്ടായിരുന്നു. പിന്നെ മുറിക്കകത്ത് പുള്ളി വരെ കാണും. വെള്ള പ്രതലത്തിനകത്ത് പുള്ളി വരെ കാണുന്നത് മൊസൈക്ക് എന്ന് പറയുന്നത് ഈ മോഡലാണ്. അതായത് ലിപ്പിഡിന്റേതാകുക ഒരു ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എണ്ണയാണ്, കൊഴുപ്പാണ്. അതിലിപ്പം ഹാർട്ടല്ല, ഫ്ലൂയിഡിയാണെന്ന് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഫ്ലൂയിഡി ആയിട്ടിരിക്കുന്ന ഒരു ലിപ്പിഡ് ഇങ്ങനെ അതിനകത്ത് അങ്ങിങ്ങായിട്ട് പ്രോട്ടീൻ. അതിലവിടെ നേരത്തെ കണ്ടത്, നേരത്തെ നമ്മൾ വരച്ച പ്ലാസ്മയുടെ മുകളിൽ നോക്കിയാൽ താഴെ പോകുന്നല്ലേ കാണുന്നത്. നിറച്ച് ലിപ്പിഡിന്റെ തലകൾ, പോളാറുണ്ട്, ഇടയ്ക്കിടയ്ക്കായിട്ട് പ്രോട്ടീന്റെ തലയും കാണാം അല്ലേ, അറ്റവും കാണാം. അപ്പൊ അതാണ്. അപ്പൊ വെളുത്ത ലിപ്പിഡ് ശരിക്കും വെള്ള നിറമാണ്, കൊഴുപ്പ് വെള്ള നിറമാണ്. ഇനി കോഴിയൊക്കെ അറക്കുമ്പോഴൊക്കെ അതിന്റെ നെയ്യ് എടുത്ത് കഴിക്കുന്നുണ്ട്, കോഴി ഇറച്ചിയൊക്കെ നെയ്യ് അതുപോലെയുള്ള ലിപ്പിഡ്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് പ്രോട്ടീൻ ഇടയ്ക്കിടയ്ക്കായിട്ട് കാണാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു മൊസൈക്ക് തറ പോലിരിക്കും, പക്ഷെ കട്ടിയല്ല, ഫ്ലൂയിഡിയായ കുറുകുറാന്നിരിക്കുന്നു. ഈ ചോറൊക്കെ വെച്ചിട്ട് കഞ്ഞിയുള്ളതിനെ കുറുകിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ജെല്ലി എന്നൊക്കെ പറയുന്ന സാധനമില്ല, അതുപോലൊരു അവസ്ഥയാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് ഉണ്ട്. ഹു പ്രപ്പോസ്ഡ് സിംഗർ ആൻഡ് നിക്കൽസ്. അക്കോർഡിംഗ് ടു സിംഗർ ആൻഡ് നിക്കൽസ്, എന്താ പറയുക, this lipid layer is quasi fluid. Quasi എന്ന് ചേർക്കുന്നത് quasi. Quasi എന്ന് വെച്ചാൽ ലിപ്പിഡ് ഈസ് ക്വാസി ഫ്ലൂയിഡ്. ക്വാസി എന്ന് വെച്ചാൽ ഹാഫ്, അർത്ഥം. ക്വാസി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അർത്ഥ സർക്കാർ സ്ഥാപനം. ഇംഗ്ലീഷ് മലയാളത്തിൽ പറയാനുണ്ട്. നിങ്ങളിപ്പോ KSFE എന്ത് സ്ഥാപനമാണ്, അർത്ഥ സർക്കാർ സ്ഥാപനം എന്ന് വെച്ചാൽ ഗവൺമെന്റിന് പങ്കുണ്ട്, എന്നാൽ പ്രൈവറ്റ് പങ്ക്. അതുപോലെയാണ് ഒരു അർത്ഥ സർക്കാർ സ്ഥാപനം. KSRTC ഇങ്ങനെയൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെ അർത്ഥ സർക്കാർ, അർത്ഥം, ക്വാസി. അപ്പോൾ ഇതൊരു അത്ര ഫ്ലൂയിഡ് അല്ല, പകുതി ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ കുറുകിയിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. അതായത് ലിപ്പിഡ് ലെയർ ഇസ് ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ആൻഡ് പ്രോട്ടീൻസ് ആർ there appear just like a mosaic. ഇതിനെ കുറിച്ച് പുസ്തകം പറഞ്ഞിട്ട് പ്രോട്ടീൻ ഐസ്ബർഗ് ഇൻ ദ സീ ഓഫ് ലിപ്പിഡ് എന്നാ പറയുന്നത്. പണ്ട് അങ്ങനെ പറയുകയാണ്. പ്രോട്ടീൻ ഐസ്ബർഗ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, മഞ്ഞുമലകൾ എവിടെ കടലിൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്നു. മഞ്ഞുമല കടലിൽ ഒഴുകും, വെള്ളമല്ലേ, വെള്ളത്തിനകത്ത് മഞ്ഞുമല ഒഴുകുന്നത്. അത് ലിപ്പിഡ് ആകുന്ന കടലിൽ ഒഴുകി കിടക്കുന്ന പ്രോട്ടീൻ പോലെയാണ് എന്ത്,
പ്രോട്ടീൻ ഐസ്ബർഗ് ഇൻ ദ സീ ഓഫ് ലിപ്പിഡ് എന്നാണ് ഇതിനെക്കുറിച്ച് ആദ്യ കാലത്ത് ഡെഫിനിഷൻ പദം കളഞ്ഞത്. സോ ഇറ്റ് ഇസ് അപ്പിയർ ജസ്റ്റ് ലൈക്ക് എ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഇൻ വിച്ച് പ്രോട്ടീൻസ് ആർ സീൻ. ഇത് ഈ ലിപ്പിഡ് ഒരു ഫ്ലൂയിഡി ആയതുകൊണ്ട് ഈ പ്രോട്ടീൻ ഇങ്ങനെ അങ്ങോട്ട് ചലിക്കാൻ കഴിയും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരു കുളത്തിൽ വെള്ളം ഇങ്ങനെ കിടക്കുക, അതിൽ ഉണക്കത്തേങ്ങ വെളിയിൽ വന്നിരിക്കും, പിറ്റേന്ന് വന്നിരിക്കും, ഒരു ഉണക്കത്തേങ്ങ വന്നിരിക്കും, വീണാല് പാറയിൽ വന്നാണെങ്കിൽ അവിടെ ഇരിക്കുമോ? ഇല്ല. ഈ തേങ്ങ ആദ്യം താഴത്തു, പിന്നെ മുകളിലേക്ക് ഭൂമി വരും, പിന്നെ താഴത്തു, ഇങ്ങനെ ചലിച്ച് അവിടെ അവസാനം നിൽക്കും. ഇങ്ങനെ ചലിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളത്തിന്റെ ഒരു ഫ്ലൂയിഡ് നേച്ചർ ആയതുകൊണ്ടല്ലേ. പകരം തേങ്ങ നടന്നു മണല്ല വീഴുന്നെങ്കിൽ അവിടെ നിൽക്കത്തല്ലേ ഉള്ളൂ. അതേപോലെ ഈ ലിപ്പിഡ് ഫ്ലൂയിഡി ആയതുകൊണ്ട് ഈ പ്രോട്ടീനുകൾക്ക് ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക് ചലിക്കുവാൻ കഴിയും. അത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയും. അതാണ് അതിനെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് വിളിച്ചത്. അപ്പൊ ലിപ്പിഡ്സ് ആർ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ആൻഡ് പ്രോട്ടീൻ ക്യാൻ മൂവ് ലാറ്ററലി ആണ്, വശങ്ങളിലേക്കാണ്. എന്ന് വെച്ചാൽ ഇതൊരു മെംബ്രെയിൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെംബ്രെയിന്റെ വശങ്ങൾ, അല്ലാതെ ഉള്ളിലേക്ക് താഴേക്കല്ല. ഇപ്പൊ മെംബ്രെയിൻ അല്ലേ, അപ്പൊ പ്രോട്ടീൻ ഇങ്ങനെ മുകളിലോട്ട് താഴെ സഞ്ചരിക്കാൻ കഴിയും. അത് ലാറ്ററലി വശങ്ങളിലേക്ക് എന്നർത്ഥം. മെംബ്രെയിന്റെ വശങ്ങളിലേക്കാണ്. നമുക്കത് ഏതാങ്കിലും പിടിച്ചാലും മുകളിൽ താഴെ പറയാൻ കഴിയുന്നത് അതിന്റെ ചലനം എങ്ങനെയാണോ, ലിപ്പിഡ് എങ്ങനെയാണോ, ഇതാണ് ലിപ്പിഡിന്റെ ആംഗിളെങ്കിൽ പ്രോട്ടീൻ ഇങ്ങനെ ചലിക്കും, ഇങ്ങനെ ചലിക്കും. അല്ലാതെ ലിപ്പിഡ് ഇങ്ങനെ മുമ്പോട്ട് പുറകോട്ട് മനസ്സിലായി. അതാണ് ഇത് ക്യാൻ മൂവ് ലാറ്ററലി ആൻഡ് ഡ്യൂ ടു ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദ പ്ലാസ്മ. പ്ലാസ്മ ഫ്ലൂയിഡിറ്റി ഉണ്ട്. ഇനി ഈ ഫ്ലൂയിഡ് നേച്ചർ, ഈ പ്ലാസ്മാറിന് ഇങ്ങനെ ഒരു ചലനശേഷി ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ്? ഫ്ലൂയിഡ് നേച്ചർ ഓഫ് പ്ലാസ്മ ഹെൽപ്പ് ഫോർ വൺ, ഇറ്റ് ഹെൽപ്പ് ഫോർ ഗ്രോത്ത്. ഗ്രോത്തിനെ സഹായിക്കും. ഒരു സെൽ ആദ്യം ചെറുതായിരിക്കും, പിന്നെ വലുതാവും അല്ലേ. ഒരു അമീബ രണ്ടായിട്ട് വരുമ്പോൾ അത് 2 സെല്ലായിരിക്കും, പിന്നെ വലുതായി വലിയ 2 അമീബായിട്ട് വീണ്ടും പോയി. അപ്പോൾ ഒരു ചെറിയ സെല്ല് വലുതാകാൻ സഹായിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിന്റെ ഫ്ലൂയിഡിറ്റി. നിങ്ങൾ ഓർത്തോളൂ, ഒരു കണ്ണാടി കൊണ്ടാക്കി കുപ്പിയിൽ വീർപ്പിക്കാൻ ഒക്കും. അപ്പോൾ കണ്ണാടി ഭിത്തി ഭയങ്കര ഹാർഡാണ് അല്ലേ. അതേസമയം ബലൂൺ വീർപ്പിക്കാതെ കാണുന്ന ബലൂണിന്റെ ഭിത്തി അല്പം ഫ്ലൂയിഡിയാണ് അല്ലെങ്കിൽ എലാസ്റ്റിക് ആണ്. അതുകൊണ്ടാണ്. സോ ഇറ്റ് ഹെൽപ്പ് ഫോർ ഗ്രോത്ത്, ആൾസോ ഹെൽപ്പ് ഫോർ സെക്രീഷൻ. സെക്രീഷൻ എന്ന് പറഞ്ഞാൽ സെല്ല് അകത്തുള്ള വസ്തു പുറത്തേക്ക് വരും. ഉമിനീരുണ്ടാകുന്ന ഇവിടുന്ന ഉമിനീർ ഗ്രന്ഥിക്ക അല്ലെ. ഉമിനീർ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ സെല്ലാണ് അല്ലെ. ആ സെല്ലിന് വെളിയിലാണ് അകത്താണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് പുറത്തേക്ക് ഊരി വരും. എന്തുകൊണ്ടാണ്? പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലൂയിഡി. അതുകൊണ്ടാണ് ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉമിനീർ പുറത്തേക്ക് വരുന്നു, കണ്ണീർ ഗ്രന്ഥിയിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് വരുന്നു, വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തേക്ക് വരുന്നു. എല്ലാം പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് നേച്ചർ കൊണ്ടാണ്. അപ്പോൾ അതിന്റെ അവയുടെ സെക്രീഷൻസ് ആണ് അല്ലെ. അതാണ് ഇത് ഹെൽപ്പ് secretion. Also it is for endocytosis. 3 endocytosis. It for endocytosis. അതൊന്നും പറയാം. അതായത് ഒരു സെല്ലിനുള്ളിലേക്ക് ഒരു വസ്തു കടന്നു പോകുന്നതിനാണ് എൻഡോസൈറ്റോസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിനുള്ളിലേക്ക് ഒരു വസ്തു കടന്നു പോയാൽ എന്നെ വിളിക്കാണ് എൻഡോസൈറ്റോസിസ്. ഇവിടെ ഒരു വസ്തു അകത്തോട്ട് കടന്നു പോകണമെങ്കിൽ ആദ്യം തന്നെ ഈ വസ്തു അകത്തോട്ട് കടക്കണമെങ്കിൽ ആദ്യം ഒരു കുഴി ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ വസ്തു ഇവിടെ വന്നിരിക്കും. ഓക്കെ. എന്നിട്ട് കുഴി ഇത്ര വലുതാകും, ഇത്ര മാത്രമായിരിക്കും, ഇത്ര വലുതാകും. അത് കഴിഞ്ഞ് കുഴി എങ്ങും മുറിഞ്ഞ് മാറും, വസ്തു ഉണ്ടാകും. ഇങ്ങനെ വസ്തുവിനകത്ത് കടക്കാൻ വേണ്ടി പ്ലാസ്മ ഫ്ലൂയിഡ് നേച്ചർ ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഈ പ്ലാസ്മ വടിവലിക്കാണ് വസ്തു കടക്കാനൊക്കെ പോകില്ല. ഈ എൻഡോസൈറ്റോസ് 2 തരത്തിലുണ്ട്. ഒരു ഖരവസ്തുവാണ് കടന്നു പോകണമെങ്കിൽ അതിന് ഫാഗോസൈറ്റോസിസ് എന്നും, സോളിഡ് ആയ ഒരു വസ്തു കടന്നു പോയാൽ അതിന് ഫാഗോസൈറ്റോസിസ് എന്നും, ലിക്വിഡ് ആണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ പീനോസൈറ്റോസിസ് എന്നും പറയും. എൻട്രൻസ് പഠിക്കുന്നത് പഠിച്ചാൽ due to endocytosis, if a solid is entering into a cell, it is called phagocytosis. If a liquid is entering into a cell, it is called penocytosis. Okay. ഇനി സെല്ല് പുറത്തേക്ക് വസ്തുക്കളെ കളയും, അതിനെ എക്സോസൈറ്റോസ് എന്ന് വിളിക്കുന്നു. ഇപ്പൊ അമീബ അതിന്റെ എന്താണ് വേസ്റ്റ് എല്ലാം വെളിയിൽ കളയുന്നതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിന് എക്സോസൈറ്റോസ്. അപ്പൊ എൻഡോസൈറ്റോസ് എക്സോസൈറ്റോസ് എല്ലാം പോസിബിൾ ആയത് എന്തുകൊണ്ടാണ്? ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റി കൊണ്ടാണ്. അതാണ് 3ാമത്. അടുത്തത് ഇറ്റ് ഹെൽപ്പ് ഫോർ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനെ സഹായിക്കും. ഒരു സെല്ലൊക്കെ 2 ഡിവൈഡ് ചെയ്യുന്നത്, അനിമൽ സെല്ല് 2 ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ ബാക്ടീരിയ പഠിച്ചതല്ലേ. ഇങ്ങനെ ആദ്യം നടക്കുന്ന കുഴികളുണ്ടാവും, പിന്നെ കുഴികൾ കൂട്ടി കിട്ടും, പിന്നെ 2ആയി കുറയും. അങ്ങനെ ബാക്ടീരിയ 2ആയി കുറയുന്നത്. അതേപോലെ ഈ പ്ലാസ്മ മെംബ്രെയിൻ മുറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഫ്ലൂയിഡ് നേച്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. മനസ്സിലായില്ല? അനിമൽ സെല്ലിൽ ഇങ്ങനെ മുറിക്കുന്നത്, അകത്തെ 2 കുഴി ഉണ്ടായി കൂട്ടിമുട്ടിയാൽ മുറിയുന്നത്.
So it is helpful for solution. It is also helpful for the intercellular junctions, formation of intercellular junction. അതായത് നിങ്ങളുടെ ശരീരത്തിലെ ഈ സെല്ലുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലേ, അനിമൽ സെല്ല്, പ്ലാസ്മ മെംബ്രെയിൻ മാത്രമല്ലേ ഉള്ളൂ. ഈ സെല്ലുകൾ തമ്മിൽ പരസ്പരം ഒട്ടുന്നുണ്ടോ? ഒട്ടുന്നില്ല എന്നുള്ള അവസ്ഥ എന്തോ. നിങ്ങൾ കൈ ഇങ്ങനെ വീശിയിരുന്നെങ്കിൽ സെല്ലെല്ലാം തീർച്ച വരെ കോഴിമുട്ട അടിക്കടിക്ക് വെച്ച് കഴിഞ്ഞിട്ട് അടി തട്ടുക ഉരുണ്ടം വീഴും അല്ലേ. എന്തുകൊണ്ടാണ്? അതാണ് ഒട്ടിയിരിക്കുന്നില്ല. ആ പോലെ ചപ്പാത്തിയുടെ മാവെടുത്ത് ഒട്ടി മുകളിൽ അടിക്കടിക്ക് ഉണ്ടയാക്കി ചപ്പാത്തിയുടെ മാവെടുത്ത് ഉരുട്ടി മുകളിൽ വെച്ച് താഴെ തട്ടി അടിഞ്ഞു വീഴില്ല, പരസ്പരം ഒട്ടും അല്ലേ. അപ്പൊ ഈ പ്ലാസ്മ മെംബ്രെയിൻ ഈ ഒരു ഒട്ടൻ നേച്ചർ, അതായത് ഫ്ലൂയിഡ് നേച്ചർ ഉള്ളതുകൊണ്ടാണ് ഈ അനിമൽ സെല്ലുകളെല്ലാം പരസ്പരം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒട്ടുമ്പോൾ ഈ ഒട്ടുന്ന സ്ഥലത്തെ വിളിക്കുന്നവരാണ് രണ്ട് സെല്ലുകൾ ചേർന്ന് ഒട്ടുന്ന ആ സ്ഥലത്ത് ഇന്റർ സെല്ലുലാർ ജംഗ്ഷൻ. ഒരു ജംഗ്ഷൻ എപ്പോഴും ഉണ്ടാകുന്നത് പരസ്പരം ഒട്ടപ്പോഴല്ലേ. രണ്ട് റോഡ് കൂട്ടിമുട്ടുന്ന സെല്ലുകളുടെ ജംഗ്ഷൻ ഉണ്ടാകും. അതുപോലെ അടുത്തടുത്ത സെല്ലുകൾ വയ്ക്കുമ്പോൾ നമ്മൾ പരസ്പരം ഒട്ടുന്നെങ്കിൽ മാത്രമേ ജംഗ്ഷൻ വിളിക്കാനുള്ളൂ. ഒട്ടുന്നില്ലെങ്കിൽ ജംഗ്ഷൻ അല്ല. കോഴിമുട്ട വെക്കുമ്പോൾ തട്ടിയിരിക്കും, പക്ഷെ നമ്മൾ തട്ടിയാൽ കളയും, അപ്പോൾ ജംഗ്ഷൻ അല്ല അല്ലേ. ടച്ചിങ് പ്ലേസ് ബട്ട് ജംഗ്ഷൻ. But in animal cell there is fluidity of plasma membrane and help for intercellular junction. So what are the functions of, I mean what are the advantages of fluidity of plasma membrane? One, it help for growth, help for secretion, help for endocytosis, help for cell division, and it help for intercellular junction. എല്ലാം പഠിച്ചോളാം. പക്ഷേ ചോദിക്കും what are the advantages of fluidity of plasma membrane. അടുത്തത് ഒരു സെല്ലിലേക്ക് വസ്തുക്കൾ കടന്നു പോകുന്നൊക്കെ പറഞ്ഞല്ലോ അല്ലെ. ഇപ്പൊ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വസ്തു കടന്നുപോകുന്ന വസ്തുക്കൾ ഏതൊക്കെ നോക്കുന്നു? സോളിഡ് ആയ വസ്തു, ലിക്വിഡ് ആയ വസ്തു, പിന്നെ അയോണുകൾ കടന്നുകൊണ്ടിരിക്കും. ചാർജ് ആയിട്ടുള്ളത് പോസിറ്റീവ് ആയണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയണോ കടന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോ ഇത് ഈ സോളിഡ് ലിക്വിഡ് ന്യൂട്രൽ ആണെങ്കിൽ അപ്പൊ നമുക്ക് വസ്തുക്കളെ അപ്പൊ രണ്ടായി തന്നിരിക്കാം. എന്ത്? അയോണുകളെന്ന് ന്യൂട്രൽ ആയ വസ്തുക്കൾ തരത്തിരിക്കാം. ചാർജ് ഇല്ലാത്ത വസ്തുക്കളും ചാർജ് വസ്തുക്കളും. ഈ ചാർജ് ഇല്ലാത്ത വസ്തുക്കളാണെങ്കിൽ ഇവിടെ ഇപ്പൊ വളരെ 10 യൂണിറ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇവിടെ 5 ഉള്ളെങ്കിൽ സ്വാഭാവികമായിട്ടും അകത്തോട്ട് കടക്കും അല്ലെ. പദാർത്ഥങ്ങൾക്ക് അതിന്റെ ഗാഠത കൂടിയ ഭാഗത്തും കുറഞ്ഞ ഭാഗത്തും ഒരു കഴിവുണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് എനർജി വേണോ? വേണ്ട. ഒരു സെല്ല് കുപ്പിയിൽ തുറന്നു പിടിച്ചാൽ മണം ഇവിടെ എല്ലാം വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ല് തന്മാത്രയുടെ അളവ് കുപ്പിക്കുള്ളിൽ കൂടുതൽ പുറത്ത് കുറവാണ് അല്ലെ. നിങ്ങളൊന്നും ചെയ്യണം, തുറന്നു വെച്ചാൽ മാത്രം മതി അല്ലെ. അപ്പൊ പദാർത്ഥങ്ങൾക്ക് ഗാഠത കൂടിയ ഭാഗത്തും കുറഞ്ഞ ഭാഗത്തും ടെൻഡൻസി ഉണ്ട്. അതായത് പ്ലാസ്മ മെംബ്രെയിൻ സമ്മതിക്കും ഇവിടെ കൂടുതലല്ലേ, ഒരു ചെലവില്ല അല്ലെ. അപ്പോ ന്യൂട്രലായ മോളിക്യൂൾസ് ഗാഢതയ്ക്ക് കോൺസെൻട്രേഷൻ അനുകൂലമായിട്ട് കൂടിയ ഭാഗത്തും കുറഞ്ഞ ഭാഗത്തിൽ പോകാം അല്ലെ. അപ്പോൾ ഡ്യൂ ടു ദ ഫ്ലൂയിഡിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇറ്റ് അലോസ് ദ പാസേജ് ഓഫ് ന്യൂട്രൽ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്തൗട്ട് നീഡ് ഓഫ് എനർജി. അങ്ങനെ കടന്നു വന്ന വിളിക്കുകയാണ് പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട്. നിങ്ങളൊരു സൈക്കിളിനകത്ത് കയറ്റം കഴിഞ്ഞ ശേഷം ഇറക്കാൻ നേരത്ത് സൈക്കിൾ ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ ചവിട്ടണോ വേണ്ട, ചുമ്മാ ഇരുന്നാൽ അതെ ചുമ്മാ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. എന്നാൽ അയോണുകൾ കടന്നു പോകണമെങ്കിൽ അത് ഗാഠത കൂടിയാണെങ്കിലും കുറവാണെങ്കിലും എനർജി ചെലവാകും. അങ്ങനെയാണ്. അയോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടോ കടത്തി വിടത്തില്ല. എങ്ങനെയാണെങ്കിൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ കടത്തുള്ളൂ. അങ്ങനെ അയോണുകൾക്ക് കടന്നു പോകണമെങ്കിൽ എന്ത് ചെലവാകും? എനർജി ചെലവാകും. അത്ര ട്രാൻസ്പോർട്ട് വിളിക്കുന്നവരാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നോക്കൂ എന്താണെന്ന്. പ്ലാസ്മ ഹെൽത്ത് ഫോർ ദ പാസീവ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഈസ് ന്യൂട്രൽ മോളിക്യൂൾ ഓർ അയോൺ, ന്യൂട്രൽ അയോൺസ് അല്ല, ന്യൂട്രൽ മോളിക്യൂൾസ് ഓഫ് സൊല്യൂഷൻ ഓർ സൊല്യൂട്ട്, ന്യൂട്രൽ സൊല്യൂഷൻ ഓർ സൊല്യൂട്ട് എന്താണ് ശരി, അല്ലെങ്കിൽ സോൾവെന്റ് ക്യാൻ മൂവ് അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ വിത്തൗട്ട് യൂസിംഗ് എനർജി. That is called passive transport. That is water move from higher concentration to lower concentration through a membrane. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജലം അതിന്റെ ഗാഢത കൂടിയ ഭാഗം കുറഞ്ഞ ഭാഗത്തെ സഞ്ചരിക്കും എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്നുള്ളത്. അതായത് ഉപ്പിലിട്ട മാങ്ങ ചുളുങ്ങുന്നതിന് നിങ്ങൾ അതിനകത്തൊരു ബാറ്ററി എല്ലാം കൊടുക്കണോ? ഉപ്പിലിട്ട മാങ്ങയിൽ ജലം പുറത്തേക്ക് ഇറങ്ങുന്നതിന് നിങ്ങൾ ബാറ്ററി ചാർജ് എല്ലാം കൊടുക്കണമെന്നും വേണ്ട, തന്നെ പോയിക്കോളും. അതാണ് ഓസ്മോസിസ്. പഠിച്ചിട്ടുണ്ടാവും. ഹൃദയ വ്യാപനം ഇതിനെ പഠിക്കും. സോ വാട്ടർ ക്യാൻ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്തൗട്ട് സേവിംഗ് എനർജി, വിത്തൗട്ട് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. തന്നെ പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. പോളാർ മോളിക്യൂൾ, ചാർജ് മോളിക്യൂൾ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾ. മൂവ് അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ only by using energy. എനർജി ചെലവാക്കിയാൽ മാത്രമേ എന്ത് വയ്ക്കൂ? പോളാർ മോളിക്യൂളിൽ കടന്നു വരാൻ പറ്റുള്ളൂ. സോ പോളാർ മോളിക്യൂൾ cannot pass through the is needed energy. That is called active transport. പോളാർ മോളിക്യൂൾ അതായത് ചാർജ് മോളിക്യൂളിന്
പ്ലാസ്മ മെംബ്രെയിൻ കടന്നു പോകണമെങ്കിൽ എനർജി ചെലവാകും. അതിനാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇപ്പൊ സോഡിയം Na+ കടന്നു പോകണമെങ്കിൽ അതിനാണ് സോഡിയം പമ്പ്. പൊട്ടാസ്യം കടന്നു പോകണമെങ്കിൽ പൊട്ടാസ്യം പമ്പ്. പമ്പെന്ന് വെച്ചാൽ എന്തോ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കിണറ്റിൽ പമ്പ് വെച്ചിട്ടുണ്ട്. കറണ്ടിൽ വർക്ക് ചെയ്യില്ല, ചാർജ് ചെയ്താൽ അല്ലെങ്കിൽ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സാധനത്തിന് പമ്പെന്ന് വിളിക്കുന്നു. അപ്പൊ സോഡിയം കടന്നു പോകാൻ എനർജി ഉപയോഗിച്ചാൽ സോഡിയം പമ്പ്, പൊട്ടാസ്യം കടന്നു പോകാൻ ഉപയോഗിച്ചാൽ പൊട്ടാസ്യം പമ്പ്. മനസ്സിലായി? ഇങ്ങനെ ഈ സോഡിയത്തിനും പൊട്ടാസ്യം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്മ പറയുന്നത് ചില പ്രോട്ടീൻ തന്നെയുണ്ട്. ചോട്ടുകാരായിട്ടാണ് വേണ്ടിയിട്ട് പോകുന്നത്. ചില പ്രോട്ടീൻ തന്നെയുണ്ട്. അവരെ കാരിയർ പ്രോട്ടീൻ എന്നാണ് വിളിക്കുന്നത്. In the plasma membrane there are certain proteins which carry the ions from one region to another. അതെങ്ങനെയാണ് വരച്ച് കാണിക്കുക? ഇതൊക്കെ വാങ്ങിക്കാം. ഇത്രയും പ്ലാസ്മ മെംബ്രെയിൻ വലുതായിട്ട് വരച്ചിരിക്കുക. ഇത്രയും പ്ലാസ്മ മെംബ്രെയിൻ. ഇത് Na+, ഇത് K+. ഇവിടെ 5 ഉള്ളൂ, ഇവിടെ 10 ഉണ്ട്. പക്ഷെ എങ്കിലും ഇത് ഇങ്ങോട്ട് കയറിയ വേണം. ഇവിടെ ഉള്ളവർക്ക് ഇറങ്ങിപ്പോത്തൊന്നുമില്ല. അങ്ങനെ സമയത്ത് വാസ്തവം സമ്മതിക്കത്തില്ല. അപ്പൊ ഇതിനകത്ത് ഇവിടെ ഒരു കാരിയർ പ്രോട്ടീൻ ഉണ്ട്. ഇതാണ് കാരിയർ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ഇവിടെ വന്നിട്ട് ഈ അയോണുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് പേര് പ്രോട്ടീൻ, കാരിയർ പ്രോട്ടീൻ അയൺ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ഇത് കാരിയർ പ്രോട്ടീൻ. ചോട്ടുകാരെന്ന് വിളിച്ചാൽ ഈ പ്രോട്ടീൻ പ്ലസ് ചാർജ് കമ്പനി ഇങ്ങോട്ട് നീങ്ങും. കണ്ട, എന്നിട്ട് ഇവിടെ വരും. എന്നിട്ട് ഈ അയോണുകളെ അകത്തോട്ട് തട്ടും. വീണ്ടും ആള് പഴയ പോലെ കാലിയായി വീണ്ടും ചെന്ന് ചുവന്നുകൊണ്ട് വരും. കണ്ടു, അത് ഈ കാരിയർ പ്രോട്ടീൻ അങ്ങോട്ട് സഞ്ചരിക്കും. ഇവിടെ ചെല്ലും, രണ്ടുപേരുടെ അറ്റാച്ച് ഇവിടെ കുഞ്ഞോടും ഇവിടെ തട്ടും, തിരിച്ച് ചോട്ടുകാരനെ പോലെ. ചോട്ടുകാരന്മാർക്ക് കൂലി കൊടുക്കണ്ടേ? ഇയാൾക്ക് എന്ത് വേണം? എനർജി കൊടുക്കണം. ഇയാൾ കമ്പനി ആണെങ്കിൽ ആക്റ്റീവ് ആക്കണം. ATP ചിലവാകും. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റോഡിൽ കുറെ പാറകൾ ഇട്ടായിരുന്നു. അത് നിങ്ങളുടെ വീട്ടിനടുത്ത് കൊണ്ടുവരാൻ ദൂരമുണ്ട്. അപ്പോൾ ഒരാളെന്ന് പറയുന്നത് ഞാൻ കൊണ്ടിടാം, പക്ഷെ എനിക്ക് ഓരോരാളെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഈ ചോക്കാനുള്ള എനർജി വേണം. നിങ്ങളൊരു ഏത്തപ്പഴം തന്നാൽ അപ്പൊ നിങ്ങൾ ഏത്തപ്പഴം കൊടുക്കുന്നു, അയാൾ എനർജിയിലായി പോയി പാറ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനർജി എല്ലാം കൊടുക്കും. ഇപ്പൊ വീണ്ടും ഒരു ഏത്തപ്പഴം തിന്നാൻ കൊടുക്കുന്നു, പുള്ളി പോയി എടുക്കുന്നു അല്ലേ? ഒരു ഏത്തപ്പഴത്താണ് ATP. ATP കൊടുക്കുമ്പോൾ ചാർജ് ആകും. അതാണ്. അപ്പൊ ATP വെച്ച് ഞാൻ ചാർജ് ചെയ്യുന്നു, ഇവിടെ പോയി ചുവന്നുള്ള കൊണ്ടിടുന്നു, വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. So this method is called active transport. അപ്പോൾ ഇങ്ങനെ ചുമക്കുന്ന ആളുകളിലേക്ക് വരാണ് കാരിയർ പ്രോട്ടീൻ. ആൻഡ് ദിസ് മെത്തേഡ് is called active transport. അങ്ങനെ കടത്തി വിടുമ്പോൾ അതിനുള്ള എനർജി കൊടുക്കുന്നത് ATP ആണ്. ഇങ്ങനെ ATP ഉപയോഗിച്ച് സോഡിയത്തെ കടത്തിവിട്ടാൽ സോഡിയം പമ്പ് എന്നും പൊട്ടാസ്യം കടത്തിവിട്ടാൽ പൊട്ടാസ്യം പമ്പ് എന്നും പറയും. മനസ്സിലായോ? ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾ പലവണ കാണുക. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരു ക്ലാസ് മുതൽ കുറെ കൂടെ ഇന്നിപ്പോ ഇച്ചിരി നീട്ട് ഉള്ള വീഡിയോ ആണ്. വരുന്ന ക്ലാസ് പോലെ കുറെ കൂടെ നീണ്ട വീഡിയോസ് ആയിരിക്കും. 1.5 മണിക്കൂർ 2 മണിക്കൂർ വീഡിയോസ് ഒക്കെ വരും. കാരണം പോർഷൻ തീരേണ്ടതാണ്, അത്യാവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് കുറെ കൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഓക്കെ, ബൈ.